السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء. قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا أكرم الخلق ما لمن آلوذ به سواك عند حلول الحديث العميم، ولن يضيق رسول الله جاهك بي إذا الكريم تحلى باسم منتقم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പരിപാടിയുടെ ഇപ്പോഴത്തെ ഈ പരിപാടിയുടെ സമാപന ദിവസമാണ് ഇന്ന്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ച് മരിക്കുന്നത് വരെയും നമുക്ക് സംസാരിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഇവിടെ പഠിപ്പിക്കാനാണ് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പണ്ഡിതന്മാരും കിതാബുകൾ എഴുതിയത്, എല്ലാ പണ്ഡിതന്മാരും വഅദ് പറഞ്ഞത്, എല്ലാ പണ്ഡിതന്മാരും പ്രവർത്തിച്ചത്. സഹീഹുൽ ബുഖാരി തന്നെ മറിച്ചു നോക്കിയാൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ സഹീഹുൽ ബുഖാരിയിൽ ഓരോ അധ്യായങ്ങളും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചേർക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കൊണ്ട് ബറക്കത്തെടുത്ത അധ്യായം, അവിടുത്തെ ചെരുപ്പ് കൊണ്ട് ബറക്കത്തെടുത്ത അധ്യായം,
ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ അധ്യായങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. അവിടെ നമ്മൾ അമൽ ചെയ്താൽ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴ്പ്പെടുത്തിട്ട് എന്താണ് എന്ന് പറയുന്ന പുതിയ മതം ഇമാം ബുഖാരിക്ക് പരിചയം ഇല്ല. അതുപോലെ ലോകത്ത് ഒരു ഇമാമീങ്ങൾക്കും പരിചയം ഇല്ല. എല്ലാ ഇമാമീങ്ങളും അവരുടെ സർവ്വ കിതാബുകളും രചിച്ചിട്ടുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ്. അതുകൊണ്ട് ദീനീ പ്രവർത്തന രംഗത്ത്, ദീനീ വിജ്ഞാന രംഗത്ത് കാലെടുത്ത് വെച്ച ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ നിലനിർത്തുക എന്ന്. അല്ലാഹു നമുക്ക് അതിന് കൂടുതൽ ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടന്നു. സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ മൗലവി വന്ന് പ്രസംഗിച്ചപ്പോൾ ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ നിലവിഞ്ഞാന്നും തലേ ദിവസവുമൊക്കെ അദ്ദേഹത്തിന്റെ വാചകങ്ങളും സംസാരങ്ങളും അതിന്റെ സംസ്കാരവും അതിന്റെ എല്ലാം സത്യസന്ധതയും എല്ലാം ഓരോന്നോരോന്നായി ഞാൻ വരച്ച് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു വിഷയം, പേരോട് പ്രസംഗത്തിൽ പറഞ്ഞു, മുജാഹിദുകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നു. ഞങ്ങൾ എന്ത് ഭിന്നതയാണ് ഉണ്ടാക്കുന്നത്? ഞങ്ങൾക്ക് പെണ്ണുങ്ങളുള്ള പള്ളി വേണം, ഞങ്ങൾക്ക് കൂട്ടുപ്രാർത്ഥന നടത്താത്ത നിസ്കാരം വേണം, ഞങ്ങൾക്ക് 2 ബാങ്ക് കേൾക്കാൻ പറ്റാത്ത ജുമഅ വേണം, ഞങ്ങൾക്ക് ഖുത്ബ അറബിയിൽ ഓതിയിട്ട് പറ്റില്ല, മലയാളത്തിലാകണം. ഇതിന് നാദാപുരം ജമാഅത്ത് പള്ളിയിൽ സൗകര്യം ഇല്ല. അപ്പോൾ ഞങ്ങൾ സ്ത്രീകളെയും കൂട്ടി നിസ്കരിക്കാൻ വേണ്ടി, 2 ബാങ്ക് ഇല്ലാത്ത പള്ളി കിട്ടാൻ വേണ്ടി, കൂട്ടുപ്രാർത്ഥന നടത്താതിരിക്കാൻ വേണ്ടി, അങ്ങനെ കുറെ വേണ്ടി ഞങ്ങളിവിടെ മാർക്കറ്റിൽ എടുക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കി. അതിലെന്താണ് ഭിന്നിപ്പുള്ളത്? ഭിന്നിപ്പില്ലാതിരിക്കുകയല്ലേ ചെയ്യുക? ഇതാണ് മൗലവി പറഞ്ഞ ഒരു കാര്യം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ആശയത്തെ തകർക്കാൻ വേണ്ടി യഹൂദികളുടെ കുതന്ത്രമായും ഇതുപോലെ ഒരു പള്ളി നിർമ്മിച്ചിരുന്നു. ആ പള്ളിയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർഷാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു. അല്ലാഹുവിനെയും റസൂലിനെയും എതിർക്കുന്ന കക്ഷികൾക്ക് കേന്ദ്രമുണ്ടാക്കാൻ വേണ്ടി, അവർക്ക് കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി, അവർക്ക് പതിയിരിക്കാൻ വേണ്ടി, ഒരാശയത്തിലും ഒരു വിശ്വാസത്തിലും കർമ്മത്തിലും നീങ്ങുന്ന മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, ഈമാനിന് പകരം കുഫറിന് വേണ്ടി പള്ളി ഉണ്ടാക്കുന്നവർ കപടവിശ്വാസികളാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചു. ഈ പള്ളി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചിരുന്നു. അതൊരു കുതന്ത്രമാണ്. ഏതെങ്കിലും ഒരു സുന്നിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, ഈ മുജാഹിദുകൾ എന്തെങ്കിലും ഒരു പേരിൽ ഒരു സുന്നിനെ കൊണ്ട് എങ്ങനെ ഉദ്ഘാടനം ചെയ്യിക്കാൻ കഴിയുമെന്ന് നോക്കൂ. എന്നാൽ ഉള്ള സുന്നികളെ ഇങ്ങനെ ഇഷ്കാലാക്കാമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനൊരു യാത്ര പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം കൊടുത്തു, ലാ തഖും ഫീഹി അബദൻ, ഒരിക്കലും ഞങ്ങളെ പള്ളിയിൽ കയറി പോകരുത്, അവിടെ പോയി നിസ്കരിച്ചു പോകരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, ആദ്യം തന്നെ നിർമ്മിക്കപ്പെട്ട തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ട ഒരു പള്ളിയുണ്ട്, മസ്ജിദ് ഖുബ. ആ പള്ളിയാണ് നിസ്കരിക്കാൻ അർഹതപ്പെട്ട പള്ളി. തങ്ങൾക്ക് നിസ്കരിക്കാൻ അതാണ് അർഹതപ്പെട്ട പള്ളി. ആ പള്ളിയുടെ പ്രത്യേകത ഫീഹി റിജാൽ, ആ പള്ളിയിൽ പുരുഷന്മാരാണ്.
തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ട പള്ളിയിൽ പുരുഷന്മാരാണ്, സ്ത്രീകളും ഉണ്ട് എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. ആ പള്ളിയിൽ പുരുഷന്മാരാണ്, ആൺകുട്ടികളാണ്, സ്ത്രീകൾ പോകുന്ന പള്ളി അല്ല. അപ്പൊ തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ട പള്ളിയുടെ പ്രത്യേകത പറഞ്ഞപ്പോ ഖുർആൻ പ്രത്യേകം പറഞ്ഞൊരു വിഷയം, ഫീഹി റിജാൽ, ആ പള്ളിയിൽ പുരുഷന്മാരാണ്. ഇവിടെ സ്ത്രീയുള്ള പള്ളി കിട്ടണം, അതിനാണ് പോലും നാദാപുരത്ത് വേറെ ഒരു പള്ളി ഉണ്ടാക്കി. എന്നിട്ട് എന്നോട് തിരിച്ചൊരു ചോദ്യം, ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയത് ഞങ്ങൾ ആശയം അനുസരിച്ച് അവിടെ നടക്കാത്തതുകൊണ്ട് പേരോടത്തിനാണ് നാദാപുരത്ത് പള്ളി ഉണ്ടാക്കിയത്. നിങ്ങൾ പറയുന്ന അറബിയിലുള്ള ഖുത്ബയും ജുമയും നിസ്കാരവും 2 ബാങ്കും കൂട്ടുപ്രാർത്ഥനയും ഒക്കെ നാദാപുരത്ത് ഇല്ലേ, പിന്നെ ഇതിനാണ് പേരോട് വേറെ പള്ളി ഉണ്ടാക്കിയത്? കേട്ടാൽ ഏത് സാധാരണക്കാരും തോന്നും നല്ല ചോദ്യമാണ്. എന്നാൽ നിങ്ങൾ നന്നായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാദാപുരം ജുമാഅത്ത് പള്ളി ഉള്ളപ്പോൾ പുത്തൻപള്ളി എന്തിനായിരുന്നു ഉണ്ടാക്കിയത്? നാദാപുരം ജുമാഅത്ത് പള്ളി പോരെ, പുത്തൻപള്ളി നോക്കിയാൽ കാണുന്ന സ്ഥലത്തല്ലേ നാദാപുരം ജുമാഅത്ത് പള്ളി ഉള്ളത്? പിന്നെ എന്തിനാണ് പുത്തൻപള്ളി ഉണ്ടാക്കിയത്? നാദാപുരം ജുമാഅത്ത് പള്ളിയും പുത്തൻപള്ളി ഉള്ളപ്പോൾ പിന്നെ പുളിക്കൂൽ പള്ളി എന്തിനാണ് ഉണ്ടാക്കിയത്? ആ 3 പള്ളിയും ഉള്ളപ്പോൾ ആ പോലീസ് സ്റ്റേഷന്റെ അടുക്കൽ എന്റെ പഴയ ഓർമ്മ അനുസരിച്ച് അങ്ങോത്തെ പള്ളി എന്നാണെന്ന് പറയും, സറാമ്പിയോ പള്ളിയോ. അതെന്തിനാ ഉണ്ടാക്കിയത്? പുത്തൻപള്ളിയിൽ ഏകദേശം വിളിച്ചാൽ കേൾക്കൂലേ അവിടെ? അതൊക്കെ ഉള്ളപ്പോ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ ഒരു ചെറിയ പള്ളി എന്തിനാ ഉണ്ടാക്കിയത്? അതൊക്കെ ഉള്ളപ്പോ ആസ്പത്രിന്റെ അടുക്കൽ നമ്മുടെ MT സുബിഹാജി ഒരു പള്ളി എന്തിനാ ഉണ്ടാക്കിയത്? അവിടെ ഒന്നും മൗലവിക്ക് സംശയമില്ല, പേരോട് പള്ളി ഉണ്ടാക്കുമ്പോഴേക്ക് സംശയമാണ്. ഈ പള്ളികളൊക്കെ നാദാപുരം ജുമാഅത്ത് പള്ളി ഉണ്ടായതിന് ശേഷം ഉണ്ടാക്കിയിട്ട് മൗലവിക്ക് സംശയമില്ല, പേരോട് പള്ളി ഉണ്ടാക്കി നോക്കുമ്പോൾ മൗലവിക്ക് സംശയമാണ്. ഈ സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല എന്നുറപ്പാണ് അബ്ദുൽ മലിക്കുൽ ഖസ്റൂനി തങ്ങൾ പറഞ്ഞതുപോലെ. എന്നാൽ മൗലവിയോട് തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, കുറ്റ്യാടിയിൽ അവിടുത്തെ ഞങ്ങളെ പള്ളി നിങ്ങൾ ആളുകൾ പിടിച്ചെടുത്തു. കുറ്റ്യാടിയുടെ ഓർമ്മകൾ എന്ന പുസ്തകമാണ്, ഞങ്ങളാരും എഴുതിയതല്ല. ഈ പുസ്തകത്തിൽ ആ പേജ് ഞാൻ പറഞ്ഞു കൊടുക്കാം. കുറ്റ്യാടി പരിവർത്തനങ്ങളിലൂടെ കെ മൊയ്തു മൗലവി, നമ്മൾ ഈ അടുത്ത് മരിച്ചുപോയ ചിയൂർക്കാരൻ മൊയ്തു മൗലവി കുറ്റ്യാടിയുടെ ഖാദിയാരാണ്, അയാൾ എഴുതിയതാണ്. ഇതിൽ അദ്ദേഹം പറയുന്നു, കുറ്റ്യാടിയിലെ സുന്നികളെ പള്ളി അവര് മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിക്കാരും കൂടി പിടിച്ചെടുത്ത് എങ്ങനെയാണ് അത് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ ചുരുക്കി പറയാണ്, ഒരുപാട് കാര്യം പറയാൻ. 1950 ജമാഅത്തിന്റെ ചരിത്രപ്രസിദ്ധമായ കുറ്റ്യാടി വാർഷികം നടന്നു. ഷെയ്ഖ് അബ്ദുള്ള സാഹിബ് തമിഴ്നാടായിരുന്നു ആ യോഗത്തിലെ മുഖ്യ അതിഥി, ഒരണ്ണാച്ചി. സ്വതസിദ്ധമായ ശൈലിയുടെ ഉടമയായ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് കുറ്റ്യാടിയെ പിടിച്ചു കുലുക്കിയത്. ഈ തമിഴന്റെ പ്രസംഗമാകുമ്പോ സംസാരം തന്നെ കുറച്ച് കുലുങ്ങിയിട്ടുണ്ടാകുക, അപ്പുറം ഇപ്പുറം കേട്ടിട്ടുണ്ടാകുക. അപ്പൊ കുറ്റ്യാടിയും അതോടുകൂടി കുലുങ്ങിപ്പോയി. ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനാർത്ഥം ദിവസങ്ങളോളം ഹാജി സാഹിബ് കുറ്റ്യാടിയിൽ ക്യാമ്പ് ചെയ്തു വരികയായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് മുഹമ്മദ് അലി ഹാജിയാണ്. സെലഫിന്റെ കേസറ്റ് പ്രചരിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരാണല്ലോ, അതുകൊണ്ട് 2 ഹർഫ് അവയ്ക്കും കിടന്നോട്ടെ. ഇതിനിടയിലാണ് അബ്ദുള്ളക്കുട്ടി മൗലവിയുടെ സമ്മതത്തോടുകൂടി കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞിട്ട് പറയാണ്, തുടങ്ങിയവർ ഹാജി സാഹിബിനെ സമീപിച്ച് കുറ്റ്യാടിയിലെ ഖുതുബ പരിഷ്കരണത്തെ സംബന്ധിച്ച് സംസാരിച്ചത്. കുറ്റ്യാടിയിലെ ഖുതുബ ഒന്ന് പരിഷ്കരിപ്പിക്കണമെന്ന് ഹാജി സാഹിബിനോട് പറഞ്ഞു. അതിന് ഹാജി സാഹിബിന്റെ മറുപടി, നിങ്ങൾ അതിന് സന്നദ്ധരാണോ എങ്കിൽ അതിന് ഒരുങ്ങിക്കൊള്ളുക. അകപ്പള്ളി നിറയെ കാലെ കൂട്ടി അനുകൂലികളെ ഇരുത്തിയാൽ നന്ന്, സംഗതി ഞാൻ നിർവഹിച്ചു കൊള്ളാം. ഇതായിരുന്നു ഹാജി സാഹിബിന്റെ പ്രതികരണം. കാലേക്കൂട്ടി പള്ളിയിൽ അനുകൂലികളെ ഇരുത്തിയാൽ പരിപാടി ഞാൻ ഒപ്പിച്ചോളാം, ഖുതുബ പരിഷ്കരിപ്പിക്കാൻ പോവാൻ. ജുമാക്ക് സമയമായി, പള്ളി ജനനിബിഡമായി. നേരത്തെ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ അങ്ങനത്തെ കാലിയാർ നീളക്കുപ്പായം ധരിച്ച് തലേക്കെട്ടണിഞ്ഞ് റെയിൽസാൻ പൊതച്ച് മിമ്പറിൽ കയറാനുള്ള ഒരുക്കത്തിൽ പടിഞ്ഞാറേ ചെരുവിൽ സമയം കാത്തിരിക്കുകയാണ്. മൊയ്തീൻ മുസ്ലിയാർ മുക്കുരിക്കാൻ. മൊയ്തീൻ മുസ്ലിയാർ മൂലയിൽ വെച്ച ബാള് കയ്യിലെടുത്ത് കേക്കോട്ട് തിരിഞ്ഞ് 2 അടി മുമ്പോട്ട് വെച്ച്
വാൾത്തലപ്പ് നിലത്ത് കുത്തി 2 കൈയും വാൾപ്പിടിയിൽ ഒന്നിനുമേലെ ഒന്നായി വെച്ച് ഒന്ന് നിവർന്നു നിന്ന് മഹാസറ വിളിക്കാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഹാജി സാഹിബ് മിമ്പറിന്റെ 3-ാം പടിയിൽ കയറി കേക്കോട്ട് തിരിഞ്ഞ് അസ്സലാമലൈക്കും എന്ന് ഉറക്കം പറഞ്ഞ് മിമ്പറിന്റെ മുകളിലെ പടിയിൽ ഉപവിഷ്ടനായി കഴിഞ്ഞിരുന്നു. കാവ്യാരപ്പുറം കാത്തിക്കുന്നു, മൊയ്തീമിലാർ വാളെടുത്തിങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്ക് ആചാര്യ മിമ്പർമ കയറിയിട്ട് പൂച്ചേരിക്കും പോലെ അവിടെ ഇരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു തെങ്ങുമ കയറുന്ന തൊഴിലാളിയോട് ചോദിക്കാതെ ഒരാൾ തെങ്ങുമ കയറാൻ വന്ന എങ്ങനെ ഉണ്ടാവും? ഇത് കാലിയാര സുന്നി കാലിയാർ അപ്പുറം നിൽക്കുന്നുണ്ട്, തലയെക്കെട്ടും ദൈവസാനൊക്കെ ഏറ്റ്. അപ്പോഴാ ഈ പുത്തൻവാദിയായ ഹാജി മിമ്പർമ കയറുന്നത്. മുക്കരിക്കെങ്ങനെ നിൽക്കുന്നുണ്ട് വാളും പിടിച്ചിട്ട്. മൊയ്തീൻ മുസ്ലിയാർ ഒന്ന് ഞെട്ടാതിരിക്കോ? ഇതെന്താ സംഭവം? മുക്കരിക്ക ഞെട്ടാതിരിക്കോ? തിരിഞ്ഞു നോക്കുമ്പോ ബാങ്ക് കൊടുക്ക് എന്നൊരു കൽപ്പനയായിരുന്നു കേട്ടത്. സദസ് നിശബ്ദം. മുസ്ലിയാരെ കുഴപ്പത്തിലാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ എഴുന്നേറ്റ് മുസ്ലിയാരെ പിടിച്ച് പടിഞ്ഞാട്ട് തിരിച്ചു നിർത്തി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. തുടർന്ന് കുറ്റ്യാടിയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വതന്ത്ര മലയാള ഖുത്ബ നടന്നു. ഇങ്ങനെയാണ് കുറ്റ്യാടി പള്ളി മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും കൂടി സുന്നികൾക്ക് പിടിച്ചെടുത്തത് എന്ന് അവര് തന്നെ മൊയ്ത് മൗലവി തന്നെ എഴുതി വെക്കുന്ന ചരിത്രം. ഇതുപോലെ എന്തുകൊണ്ട് നമ്മുടെ നാദാപുരം ജമാഅത്ത് പള്ളി പിടിക്കാൻ ഈ മുജാഹിദും ജമാഅത്തുകാരും വന്നില്ല? വരാത്തതിന്റെ കാരണം അന്ന് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾക്ക് ശക്തിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം പറയാൻ ഇവിടെ പത്രങ്ങളില്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ കക്ഷികൾ പ്രവർത്തന രംഗത്ത് ഇല്ല. അന്ന് നമ്മളെ പല പള്ളികളും ഇവർ തട്ടി. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ബാഫക്കത്തങ്ങൾ ഉണ്ടാക്കിയ പള്ളി തട്ടി, കോഴിക്കോട്. ഷാദുലി പള്ളി തട്ടി, കല്ലിക്കണ്ടിയിലെ പള്ളി നമ്മൾ കട്ടു. അങ്ങനെ ഓരോ കട്ട സാധനം തലയിൽ വെച്ചിട്ട് മത്സരയിൽ വരുന്നുണ്ട്. മുജാഹിദീങ്ങളൊക്കെ പള്ളിയും തലയിൽ വെച്ച് വരേണ്ടി വരും. അങ്ങനെ നമ്മളെ പള്ളികൾ ഓരോന്നോരോന്ന് ഇവർ കട്ടു. എന്നാൽ ഇപ്പൊ അങ്ങനെ കക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടായി പുതിയത് ഉണ്ടാക്കിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മുമ്പ് കാലത്ത് ഒരു നാട് അങ്ങനെ തന്നെ മുജാഹിദാകല. കടവത്തൂർ ഒരു ഭാഗം അങ്ങനെ തന്നെ മുജാഹിദ്, ചേക്കലോടി. പിന്നെ വാണിമേലൊരു ഭാഗം അങ്ങനെ തന്നെ മുജാഹിദ്. ഇപ്പോഴെന്താ അങ്ങനെ ആകാത്തത്? അങ്ങനെ ആകാത്തത് SYSന്റെയും SSFന്റെയും ഒക്കെ പ്രവർത്തനം നടന്ന് ഓരോ സമയത്തും മരുന്ന് കൊടുക്കുന്നത് കൊണ്ടാ ഒന്നായിട്ട് രോഗം പിടിക്കാത്തത്. കുത്തിവെപ്പ് നടക്കുന്നത് കൊണ്ടാ, മരുന്ന് കൊടുക്കുന്നതുകൊണ്ടാ. ചിലർ ചോദിക്കും ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞുള്ള കാര്യം തന്നെ, ഒന്നായിട്ടൊരു നാട് മുജാഹിദാവൂല. അള്ള പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നാലും കാരണങ്ങൾ ഉണ്ടാവൂല എന്തിനും. അതിനായി പരിപാടി നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. വലിയ ഒരു നാട് അങ്ങനെ തന്നെ മുജാഹിദാവും. അങ്ങനെ ആയതാണ് മുൻകാലത്തുള്ള പാരമ്പര്യം. പല സ്ഥലത്തും പുളിക്കൽ അങ്ങനെ തന്നെ മുജാഹിദായി, എടവണ്ണ അങ്ങനെ തന്നെ മുജാഹിദായി പോയി. അവിടെ എത്ര മക്ബറകൾ ഉണ്ടായിരുന്നു. മക്ബറകളൊക്കെ തകർത്തതല്ലേ. കുറ്റ്യാടി തന്നെ ഞാൻ വായിച്ചുതരാം. ജുമാ പരിഷ്കരണത്തിന് ശേഷം കുറ്റ്യാടിയിലെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ അങ്ങാടിയിൽ നിന്ന് പള്ളിയിലേക്ക് നീങ്ങി. 1964 പള്ളിയുടെ റിപ്പയർ നടന്നുകൊണ്ടിരിക്കെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയായുടെ മഖാം എന്ന് വിളിക്കപ്പെടുന്ന അസാധാരണ നീളമുള്ള ഖബർ ചില ചെറുപ്പക്കാരിൽ നിന്ന് പൊളിച്ചു നീക്കി. കർസേവ കുറ്റ്യാടി നടന്നത് നമ്മൾ വീടറിഞ്ഞോ? മൊയ്ത് മൗലവി എഴുതിക്ക് ഞങ്ങൾ പൊളിച്ചതാണ് സുന്നിയുടെ ഖബർ, ഔലിയാന്റെ ഖബർ. നിങ്ങൾ ആലോചിക്കണം. ഈ ഒരു സാഹചര്യം നമ്മുടെ നാദാപുരത്ത് വന്നുകൂടാ. ഇവിടെയുള്ള മഹാന്മാരെ മക്കളെ പൊളിച്ചുകൂടാ. ഇവിടുത്തെ നാദാപുരത്ത് ജമാഅത്ത് പള്ളി പിടിച്ചെടുക്കാൻ മാത്രം ആളാ മുജാഹിദായാൽ പിടിച്ചെടുക്കുന്നതിന് സംശയം വേണ്ട. കാരണം അതവരുടെ പാരമ്പര്യമാണ്. കഅബ ശരീഫ് പിടിച്ചെടുത്തവരാണ് ഇവർ. ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കാൻ പോകുന്നുണ്ട്. കഅബയിൽ പൊന്ന് കത്തവരാണിവർ. അതുപോലെ റൗദയിൽ നിന്ന് സ്വർണം കടത്തിയവരാണിവർ. ഞാൻ ഓരോന്ന് ഇൻഷാ അല്ലാഹ് വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കക്ഷികൾ നിങ്ങൾ വിചാരിക്കേണ്ട വലിയ സാലിഹ്യങ്ങളായിട്ട് വേറെ വള്ളി ഉണ്ടാക്കിയതാണ്. ഞാൻ അവരോട് ചോദിക്കുന്ന, മുജാഹിദിന്റെ മൗലവിയോട് ചോദിക്കുന്നു, ചോദ്യം ശരിക്കും കുറിച്ച് വെച്ചോളണം. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കും മുജാഹിദിനും കുറ്റ്യാടിയിൽ ഒരു പള്ളി ഇല്ലേ? അതിന്റെ പുറമെ ആലിക്കുട്ടി മുതലാളിയുമായി ബന്ധപ്പെട്ട ആ പെട്രോൾ പമ്പിന്റെ അടുക്കലുള്ള പള്ളി നിങ്ങൾ എന്തിനു കൈവശപ്പെടുത്തി? സുന്നിയൊക്കെ അതെങ്കിലും കൊടുത്തുകൂടായിനോ നിങ്ങൾക്ക്? അത് കൊടുത്തോ നിങ്ങൾ? അതും നിങ്ങൾ കൈവശപ്പെടുത്തി. 2 ഈ 2 പള്ളിയും മലയാളത്തിൽ കുത്തുപോകുന്ന പെണ്ണ് പള്ളി കൊണ്ടുവരുന്ന കക്ഷികളുടെ കയ്യിലുണ്ടായിരിക്കെ സുന്നികൾക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത സമയത്ത് പാവപ്പെട്ട ഞാൻ അവിടെ പോയി കാന്തപുരം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചു. അവിടെ പള്ളി ഉണ്ടാക്കി സുന്നികൾക്ക് നിസ്കരിക്കാൻ. അങ്ങനെ അവിടെ സുന്നിപ്പള്ളി വന്നു. ആ പള്ളി വന്ന് അങ്ങനെ പുരോഗമിച്ച്
സുന്നത്ത് ജമാഅത്തുകാരെ അന്തസ്സോടെ നടക്കാൻ തുടങ്ങിയപ്പോ വേറെ ഒരു സ്ഥാപനം തുടങ്ങിയവർ അതും അവർ പള്ളി എന്ന പേരിൽ പറയാൻ തുടങ്ങി. അങ്ങനെ പള്ളി കുറ്റ്യാടിയിൽ 4 വേറൊരു സറാമ്പിന്റെ അപ്പുറത്തുണ്ട് 5. നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ അപ്പുറം സറാമ്പിയുണ്ട്, എല്ലാം കൂടി 5. അങ്ങനെ 5 കുറ്റ്യാടി ടൗണിൽ തന്നെ 5 എന്നാൽ കഴിഞ്ഞ കൊല്ലം മുജാഹിദ് അവിടെ പള്ളി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അവിടെയാ എന്റെ ചോദ്യം. അതിന്റെ കുറ്റ്യാടിയിലെ മറ്റേ പള്ളിയിൽ പെണ്ണിനെ കയറ്റുന്നില്ലേ? അവിടെ മലയാളത്തിൽ ഖുതുബ ഇല്ലേ? അവിടെ തറാവീഹ് നിങ്ങൾ പറയും പോലെ 8 11 അല്ലേ? അവിടെ കൂട്ടുപ്രാർത്ഥന ഉണ്ടോ? ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ കുറ്റ്യാടി നിങ്ങൾ എന്തിനു പള്ളി ഉണ്ടാക്കി? നാ മുജാഹിദികളോട് ചോദ്യം. നിങ്ങൾ ഇവിടെ പള്ളി ഉണ്ടാക്കിയത് ഞങ്ങളുടെ പള്ളിയിൽ നിങ്ങൾക്ക് പെണ്ണിനെ കൊണ്ടുവരാൻ സൗകര്യമില്ലായി. കുറ്റ്യാടി നിങ്ങൾ എന്തിനു പള്ളി ഉണ്ടാക്കി? അവിടെയുള്ള പള്ളിയിൽ ഈ സൗകര്യങ്ങൾ മുഴുവനും നിങ്ങൾക്കില്ലേ? അങ്ങനെ സൗകര്യമുള്ള 2 ടൗണിലില്ലേ? പിന്നെന്തിനു നിങ്ങൾ പിന്നെയും ഒരു പള്ളി ഉണ്ടാക്കി? അതിന്റെ മറുപടിയാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. കേട്ടോ, എന്തിനുണ്ടാക്കി? എന്തേ നിങ്ങൾ പേരോടിനോട് ചോദിക്കാതിരുന്നു? കല്ലാച്ചി ബലത്തിനാ പേരോടെ പള്ളി ഉണ്ടാക്കിയെന്ന് ചോദിക്കാതിരുന്നതിന്റെ? ഞങ്ങളെ സുന്നിയായ ഒരാൾ കൊടുത്തതല്ലേ അവിടെ പള്ളിക്ക് സ്ഥലം? ആ പള്ളി കല്ലാച്ചിയുടെ പള്ളി നിങ്ങൾ തട്ടിയെടുത്തതല്ലേ? കത്തെടുത്തതല്ലേ? ആ പള്ളി തട്ടിയതിന് ശേഷം സുന്നികൾക്ക് മാർക്കറ്റ് റോഡിലൂടെ പോകുന്ന സുന്നികൾക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ലാതെ എത്ര കാലമാ വലഞ്ഞത്? സാധുവായ ഞാൻ കല്ലാച്ചിയുടെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പള്ളി ഉണ്ടാക്കി. നിങ്ങളുടെ ആ പള്ളി പൊളിച്ച് നല്ലൊരു പള്ളി ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? പക്ഷേ നിങ്ങളത് വിട്ടു തന്നില്ല. ആളുകൾക്ക് സൗകര്യം ഉണ്ടായാലല്ല നിങ്ങളെ ലക്ഷ്യം പള്ളി ഓഫീസാണ്. നിങ്ങൾ CD കേസറ്റ് വെച്ച് വീഡിയോ വെച്ച് ടെലിവിഷൻ വെച്ച് നോക്കലല്ലേ പള്ളിയിൽ? ഓഫീസല്ലേ പള്ളി? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്രം സ്ഥാപിക്കുകയാണ്. എന്നിട്ട് പേരോടിനോട് ചോദ്യം ഇവിടെ നിന്ന് പള്ളി ഉണ്ടാക്കി പറയാൻ മറുപടി കേട്ടോളൂ. നാദാവർക്ക് പുത്തൻപള്ളിയുടെ സമീപത്ത് ഒരു കാറ് നിർത്തി ജീപ്പ് നിർത്തിയിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം റോട്ടുമ്മലുണ്ടോ? നാദാവര ജുമാഅത്ത് പള്ളിന്റെ മുമ്പിൽ റോട്ടുമ്മൽ എന്തെങ്കിലും ഒരു വാഹനം നിർത്തി പള്ളി കയറാൻ പറ്റുമോ? പിന്നെ പറ്റുന്ന സ്ഥലം ഉള്ളത് എവിടെയാ? നിങ്ങളെ മുസ്ലിമിന്റെ അടുക്കൽ ആ ഭാഗത്ത് കുറച്ച് റോഡ് വിശാലത ഉണ്ട്. അപ്പൊ വാഹനമുള്ള ഓരോ സാധാരണക്കാർ അവർക്ക് ഇതിന്റെ ഖുതുബ ബാത്തിലാണ് ജുമഅ ബാത്തിലാണെന്നും അറിയില്ലല്ലോ. അവർ മനസ്സിലാക്കുന്നത് എന്താ ഇപ്പൊ കൈ ഇവിടെ കെട്ടുന്നത് കുറച്ച് മേലെയാവുന്നല്ലാതെ ഇതിൽ കവി സാധാരണക്കാർക്ക് അറിയോ? ഈ സാധാരണക്കാര് വണ്ടിയും കൊണ്ടുവന്ന് ആ വിശാലമായ റോട്ടുമ്മൽ വണ്ടി നിർത്തിയിട്ട് നിങ്ങളെ കൂടെ കയറിയിട്ട് ബിസ്മില്ലാത്ത ഫാത്തിഹ, ഒളുവില്ലാത്ത നിസ്കാരം, ഫർള് മാറ്റുന്ന നിസ്കാരം ഇന്നലെ ഞാൻ കാണിച്ചില്ലേ, നിയ്യത്തില്ലാത്ത നിസ്കാരം, അതിനെ തുടർന്നിട്ട് ഈ നാട്ടിലെ വണ്ടിയോടുകൂടി അന്യനാട്ടിൽ നിന്ന് വരുന്നവരും ഇന്നാട്ടുകാര് തന്നെയായ സാധാരണക്കാരും അവരെ ജുമഅയും ജമാഅത്തും ബാത്തിലാക്കുന്നത് കണ്ടതുകൊണ്ട് ആളുകൾക്ക് വണ്ടി നിർത്തി നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് പേരോടി പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് തന്നെയാ ജീവിക്കുന്നത്, അതിനു വേണ്ടി തന്നെ മരിക്കും. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിച്ച് മരിക്കും, അതിനുവേണ്ടി തന്നെയാ പള്ളി ഉണ്ടാക്കി. നിങ്ങൾക്ക് എന്താ ഛേദം? നിങ്ങളോട് വാങ്ങിയിട്ടല്ലോ, പേരോടെന്തിനാ പള്ളി ഉണ്ടാക്കിയതിന് ചോദ്യമാണ്. എത്ര ചോദ്യക്കാരെ അള്ളാന്റെ തൊട്ടുകൊണ്ട് ഞാൻ കണ്ടു. ഈ വന്ന മൗലവി മൂക്കിൽ വലിക്കാനുണ്ട്. പുകയിലപ്പടി പോലെ മൂക്കിൽ വലിക്കും കേട്ടോ. കൂടിയ എന്നാ എന്താവും? എന്നാ ഒന്നുമില്ല, ഉള്ളിലുള്ളൊക്കെ തുമ്മിയങ്ങ് പോവും കേട്ടോ. എന്നോട് ചോദ്യം ചോദിക്കുക, അല്ല മൗലവി വടകര താഴെയങ്ങാടിയിൽ എത്ര പള്ളിയുണ്ട്? ഓരോ പള്ളി പ്രൊഫസർ മഹമ്മൂദ് സാഹിബിന്റെ അല്ലേ, ഓരോ പള്ളി തമ്മിൽ 10 മീറ്റർ ഉണ്ടോ? എത്ര പള്ളിയുണ്ട് അവിടെ? കോഴിക്കോട് എത്ര പള്ളിയുണ്ട്? കോഴിക്കോട് മൊഹീദ്ദീൻ പള്ളി, പിന്നെ ഞാൻ പട്ടാള പള്ളി. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നാദാപുരം ജുമാഅത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് കൊല്ലം എത്രയായി? എത്ര കൊല്ലം ഉണ്ടാവും? 100 കൊല്ലം. അതിന്റെ ശേഷം അത് വിപുലീകരിച്ചിട്ടുണ്ടോ? നാദാപുരം ജുമാഅത്ത് പള്ളി 100 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് മഹാന്മാർ. അതിന്റെ ശേഷം ആ പള്ളി വിപുലീകരിച്ചിട്ടുണ്ടോ, വിശാലമാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. 100 കൊല്ലത്തിനിടയ്ക്ക് ഈ രാജ്യത്ത് എത്ര ജനങ്ങൾ ജനിച്ചു? മൗലവിമാരെ കണക്ക് പറയണോ? പള്ളി വേണോ വേണ്ടേ? 100 കൊല്ലത്തിനിടയ്ക്ക് എത്ര ആള് ജനിച്ചു? എന്റെ വീട്ടിൽ എന്റെ ബാപ്പയും ഉമ്മയും ഒറ്റക്കായിരുന്നു. ബാപ്പ ഒറ്റക്ക്, ഉമ്മ ഒറ്റക്ക്, ഒരാണും ഒരു പെണ്ണും. ഇപ്പൊ ഞങ്ങൾ അക്കൂട്ടത്തിൽ എത്ര ആളുണ്ട്? നിങ്ങൾ
എണ്ണി നോക്കണം, ശരിക്കും പറയണമെങ്കിൽ 10 രൂപ എന്തായാലും ഉണ്ടാവും. അക്കണക്കിന് 20 പള്ളി വേണം വേണ്ടേ? ജനസംഖ്യക്കനുസരിച്ച് പള്ളി വേണ്ടേ? നാദാപുരം ജുമാഅത്ത് പള്ളി ഉണ്ടാക്കുന്ന കാലത്ത് നാദാപുരത്തിൽ എത്ര പീഡിക മുറി ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര പീഡിക മുറിയുണ്ട്? പള്ളി ഉണ്ടാക്കുന്നത് കാണുമ്പോ വെറുപ്പൊടിക്കുന്ന ഒരു കൂട്ടര്, എന്ത് പള്ളി? മുസ്ലിമീങ്ങളെ പള്ളി. കാപ്പട്ടി അള്ളിയത് പള്ളിക്കെതിരെ സംസാരിക്കുന്നു. ഞാൻ നിങ്ങളെ പള്ളി എന്ന ബിൽഡിങ്ങിനെതിരെയല്ല സംസാരിച്ചത്, നിങ്ങൾ സഹാബത്തിനെതിരെ റസൂലുള്ളാഹിക്കെതിരെ അവിടെ നടത്തുന്ന ആശയത്തിനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്കെന്താ, നിങ്ങൾ കോൺക്രീറ്റ് ബിൽഡിംഗ് ഇവിടെ എത്ര ഉണ്ടാക്കിയാൽ എന്താ? ആശയമാ പ്രശ്നം. ഇനി നിങ്ങൾ മക്കയിൽ ചെന്ന് നോക്കൂ, മസ്ജിദുൽ ഹറാമിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന എത്ര പള്ളിയുണ്ട്? മദീനയിൽ ചെന്ന് നോക്കൂ, മദീന പള്ളിയിൽ മസ്ജിദുൽ മദീനയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പള്ളി നോക്കിയാൽ കാണുന്ന എത്ര പള്ളിയുണ്ട്? 100 കണക്കിന് പള്ളിയില്ലേ? ഈജിപ്തിലായി പഠിച്ചുപോയി ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ള പള്ളി, അതിന്റെ തൊട്ട് ഈ ബിൽഡിങ്ങും ആ ബിൽഡിങ്ങും, ഈ പള്ളിയും ആ ബിൽഡിങ്ങും പോലെ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മർസി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ള പള്ളി, വലിയ പള്ളി, ഇതിനേക്കാളൊക്കെ വലിയ പള്ളി ഓരോ പള്ളിയും. അതിന്റെ തൊട്ട് യാഖൂബുൽ അസ്ലി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ള വേറൊരു പള്ളി, 3 ഉണ്ട് ഒന്നായി. ഞാൻ CD പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് സംശയമുള്ള മൗലവിമാർക്ക് കാണിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, ലോകമൊട്ടാകെ പള്ളികൾ ധാരാളം വേണം, ജനങ്ങൾക്ക് സൗകര്യം വേണം. പഴയ കാലം പോലെയല്ല. മുമ്പ് കാലത്ത് നമ്മൾ ഒറ്റക്ക് നടന്നു പോലാ, ഇപ്പം വണ്ടി കൊണ്ടാ എല്ലാവരും പോകുന്നത്. വണ്ടി നിർത്താൻ സൗകര്യം വേണം. എന്താണ് ഞാനിവിടെ പറഞ്ഞു? മക്കയിൽ ജുമുഅക്ക് 2 ഭാഗം, മദീനയിൽ ജുമുഅക്ക് 2 ഭാഗം, ലോകം മുഴുക്കെ മുസ്ലിമീങ്ങൾക്ക് ജുമുഅക്ക് 2 ഭാഗം. മാർക്കറ്റിനടുക്കൽ 1 എവിടുന്ന് കിട്ടി? ഇതിനെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ച മൗലവി എന്നെ വിമർശിക്കുകയാണ്. മൂപ്പര് എന്നോട് പറയാ, പേരോട് എന്നെ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കൂലേ? കാരണം എൻ്റെ അടുത്ത് പഠിക്കാൻ മാത്രം നിങ്ങളായിട്ടില്ല. എൻ്റെ അടുത്ത് പഠിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയും വിവരവും അതിന് നിങ്ങളായിട്ടില്ല. ഞാൻ പഠിപ്പിക്കുക നിങ്ങളെ, നിങ്ങളായിട്ടില്ല. ഞാനുണ്ടോ നഴ്സറി ക്ലാസ് എടുക്കല്? ഞാൻ സഹീഹുൽ ബുഖാരി ഓതി കൊടുക്കുന്നുണ്ട് സിറാജുൽ ഹുദയിൽ. നിങ്ങൾ നഴ്സറി കുട്ടികൾ ക്ലാസ് എടുക്കാൻ എനിക്ക് സമയമുണ്ടോ? നിങ്ങളൊന്നും പഠിപ്പിക്കാൻ എന്നെ കിട്ടൂല. ഞാൻ മുസ്ലിമീങ്ങൾക്ക് കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താ? സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഫസബത്തൽ അംറു അലാ ദാലിക, ജുമുഅക്ക് 2 ഭാഗം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അത് കാന്തപുരം പറഞ്ഞതല്ല, കുഗൻ ഉസ്താദ് പറഞ്ഞതല്ല, അത് സഹാബിയായ സാഇദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. ജുമുഅക്ക് 2 ഭാഗം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അത് ബുഖാരിയിലുള്ളതാ, ചന്ദ്രികയിലും സിറാജിലൊന്നും ഉള്ളതല്ല. ഓർക്കണം. ഇത് ഉദ്ധരിച്ചിട്ട് ഞാൻ ചോദിച്ചു, ലോകം മുഴുക്കെ മുസ്ലിമീങ്ങൾക്ക് ജുമുഅക്ക് ഭാഗം 2, ഇവിടെ 1, ഇതെവിടുന്ന് കിട്ടിയതാ? മക്കയിലും മദീനയിലും തറാവീഹ് 20, നിങ്ങൾക്ക് 8 11 രണ്ട് അഭിപ്രായം ഉണ്ടായില്ല അവരെ കൂട്ടത്തിൽ തന്നെ. എവിടുന്ന് കിട്ടിയതാ? പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങളും ഹജ്ജിന് പോകലില്ലേ? മടങ്ങി വന്നിട്ട് ജുമുഅ ഖളാ വീട്ടലുണ്ടോ? കാരണം അവിടെ അറബിയിലല്ലേ ഖുത്ബ. അപ്പൊ മൗലവിമാരൊക്കെ മടങ്ങി വന്നിട്ട് ജുമുഅ ഖളാ വീട്ടലുണ്ടോ? അറബിയിൽ ഖുത്ബ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പൊ മൗലവിക്ക് ഹാലണ്, മൗലവിക്ക് കുന്തിരിക്കുമ്പോ കഴിച്ചാൽ പെട്ടെന്ന് ഹാലണ്. മൗലവി പറയാണ്, ഇജ്മാഇന്റെ പേരോട് ചോദിക്കുന്നു. എന്ത് ഇജ്മാ? ഓ, മൂപ്പര് വലിയ ആലിമാണല്ലോ. നോക്ക്, ഒന്ന് കേൾപ്പിക്കുമോ എന്താ പറഞ്ഞത്? ഞാൻ പറയുന്നത് എന്താ? ബുഖാരിയിലില്ലേ? ചോദ്യ എന്ന് പറഞ്ഞാൽ എന്താ? ആ കാര്യം പിന്നെ മുസ്ലിം ലോകത്ത് ഇജ്മാ ആയി എന്നാണ്. അപ്പൊ ഇജ്മാ ആയി കഴിഞ്ഞ ഒരു കാര്യത്തിന് എതിര് പറയാല് ഹർഫുൽ ഇജ്മായി ഹറാമെന്നല്ലേ? ഇജ്മാഇനെ എതിര് ഹറാമല്ലേ? കുഫറിലേക്ക് വരെ എത്തുന്ന സംഖ്യാന്നല്ലേ ഉസൂൽ കിതാബുകളിലൊക്കെ ഉള്ളത്. ഇപ്പൊ പഠിപ്പിക്കുക കാര്യം സ്ഥിരപ്പെട്ടു എന്ന് വായിച്ചിട്ടാ മൂപ്പര് ചോദിക്കുന്നത് എന്ത്? ഇജ്മാ ആയിനാണ് അതുകൊണ്ട് ഉദ്ദേശം. ഞാൻ പറയാത്തതിലെ വാചകം അയാൾ കൂട്ടിയിട്ടുണ്ടായിക്കോട്ടെ, എന്ന് പ്രശ്നമൊന്നുമില്ല, കൂട്ടിക്കോട്ടെ. അദാനിൽ ജുമുഅത്തിൽ അവ്വൽ ലമ്മാ അഹ്ദസഹു ഹുവ ഔ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാ. സഹാബികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു
ജുമാഅയുടെ ഒന്നാം ഭാഗം ഉണ്ടാക്കിയപ്പോൾ സഹാബികൾ ഇജ്മാ ആയതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പർ കൊണ്ടുപോയി മക്കയിൽ വെച്ചപ്പോൾ മിമ്പർ വേണം എന്നതിലും ഇജ്മാ ആയി. അപ്പൊ ജുമാഅയുടെ ഒന്നാം ഭാഗം ഇജ്മാ ആണ് എന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മിൻഹാജിൽ പറയും. ഇജ്മാ ആയി എന്നാ പേരോട് പറയുന്നു. ഞാൻ പിന്നെ കിതാബിലുള്ളതല്ലാതെ നിങ്ങളെപ്പോലെ ബുക്കും വായിച്ച് നടക്കലാണോ എനിക്ക് പണി? ചെരിപ്പും പെറുക്കി നടക്കലാണോ എനിക്ക് പണി? ഞാൻ കിതാബ് ഓതി പഠിച്ചതല്ലേ? ഇനി നിങ്ങൾക്ക് ബുഖാരിയുടെ ശറഹ് കാണണോ? ഇമാം ഖസ്സലാനിയുടെ ശറഹ്. ഇമാം ഖസ്സലാനി പറയുന്നു وموافقة سائر الصحابة له بالسكوت وعدم الإنكار فصار إجماعا سكوتيا. സഹാബത്ത് മുഴുവനും രണ്ട് ബാങ്ക് നിർവഹിക്കുന്നതിനോട് യോജിച്ചപ്പോൾ അത് ഇജ്മാ ആയി കഴിഞ്ഞു. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അപ്പൊ ഹദീസിന്റെ ശറഹിലും പറയുന്നത് തന്നെ, ഫിഖ്ഹിന്റെ കിതാബിലും പറയുന്നു അത് തന്നെ. ഇത് ഞാൻ പറഞ്ഞതാണോ തെറ്റ്? നിങ്ങളുടെ മൗലവിമാർക്ക് വിവരമില്ലാത്തതിന് ഞാനാണോ ഉത്തരവാദി? ഇനി മൗലവി പറയുന്നുണ്ട്, നല്ല രസമായിട്ട് മൗലവിന്റെ പ്രസംഗം. മൗലവി പറയാണ് കിതാബുൽ ഉമ്മിലെ ഒരു ഉമ്മ കണ്ട മൗലവി. ഇബ്നു ഹജർ അൽ-ഹൈതമി ഉമ്മ കണ്ടില്ല, ഖസ്സലാനി ഉമ്മ കണ്ടില്ല, നമ്മളെ മുൻഗാമികൾ ആരും കിതാബിൽ ഉമ്മ കണ്ടില്ല, മക്കയിലും മദീനയിലും ഇന്ന് വരെ ജീവിച്ച് മരിച്ചു പോയ ഒറ്റ ആരും ഉമ്മ കണ്ടില്ല. ഉമ്മ കണ്ടതാരാ? ഉസ്സൻകുട്ടി. ഞാൻ ഉസ്സൻകുട്ടി ഇത് ബന്ധം പറഞ്ഞാൽ അയാൾക്ക് അയാളെ നാട്ടിൽ വിളിക്കുന്ന പേരാ. എന്റെ നാട്ടിൽ എന്നെ അന്തൂർ എന്നാ വിളിക്കുക. നിങ്ങളങ്ങനെ വിളിച്ചോളൂ, എനിക്ക് നല്ല സന്തോഷ. എന്റെ വാപ്പ ഉമ്മയെല്ലാം എന്നെ അന്തൂർ എന്നാ വിളിക്കുക. അപ്പൊ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയാം അയാളെ നാട്ടിൽ അയാൾ ഉസ്സൻകുട്ടി എന്നാ വിളിക്കല്. അപ്പൊ ഞാൻ പറയാണ് സഹോദരന്മാര്, ഉസ്സൻകുട്ടിയായപ്പോ ഉമ്മ കണ്ടവൻ ഈ ആലിമീങ്ങൾ ആരും കണ്ടില്ല. മൂപ്പര് പറയാ ബുഷറൽ കരീമിലുണ്ട്. നിങ്ങൾക്ക് ബുഷറ തന്നെയാ വരുന്നത് കേട്ടോ, ബുഷറ തന്നെയാ വരുന്നത്, കരീമിന്റെ ബുഷറ തന്നെയാ വരുന്നത്. ബുഷറൽ കരീമിലുണ്ട് പോലും തെർക്കൂ ആഹബുലിയാന്ന് ഷാഫിമാമ് പറഞ്ഞു. അല്ല മൗലവി, ബുഷറൽ കരീം എഴുതിയ അല്ലാമ ബഅസൻ റഹിമഹുല്ലാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കണ്ടിരുന്നോ? ഷാഫി ഇമാമിനെ കേട്ടിരുന്നോ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 1000 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളാണ് ഇമാം അല്ലാമ ബഅസൻ റഹിമഹുല്ലാ. ആ ബഅസൻ റഹിമഹുല്ലാ ഇമാം ഷാഫി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സനദ് വേണ്ടേ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 1000 കൊല്ലം മുമ്പുള്ള ഒരാൾ പറഞ്ഞു, 1000 കൊല്ലത്തിന് ശേഷമുള്ള ആൾ പറഞ്ഞാൽ മതിയോ? എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ശറഹുൽ മിൻഹാജ്, ശറഹുൽ മിൻഹാജ്, ഈ ശറഹുൽ മിൻഹാജിൽ എന്താ പറഞ്ഞത്? ഇത് ഈ ബഅസൻ റഹിമഹുല്ലാ ജനിക്കുന്നതിന്റെ 500ഓളം കൊല്ലം മുമ്പ് ജീവിച്ച ആളുകൾ എഴുതിയതാണ് ശറഹുൽ മിൻഹാജ്. ഇതിൽ കാണാം വഫിഅലുഹു ഖാല അശ്ശാഫിഈ വഫിഅലുഹു അഹബ്ബു ഇലയ്യ وفعله قال الشافعي رضي الله عنه وفعله صلى الله عليه وسلم أحب إلي. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ബാങ്ക് അത് ഖുതുബക്ക് കയറിയതിനു ശേഷമുള്ള ബാങ്ക്. ആ ബാങ്കാണ് ഖുതുബക്ക് മുമ്പുള്ള ബാങ്കിനേക്കാൾ എനിക്ക് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ 2 ബാങ്കും വേണം. അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ബാങ്ക് അഥവാ 2ൽ 1 ഒഴിക്കേണ്ടി വന്നാൽ, ഒഴിക്കേണ്ടി വരാൻ ഞാൻ കാരണം കൊണ്ട് ഒന്നും ഒരു സമയം ഇപ്പം നഷ്ടപ്പെട്ടു പോകും, അതാകാൻ പോവാണ്, സമയമില്ല. അങ്ങനത്തെ ഏതെങ്കിലും ഒരു മുസീബത്തിൽ അങ്ങനെ സംഭവിച്ചു നോക്കുക, യാത്രയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മുസീബത്തുണ്ടായിട്ടോ അങ്ങനെ സംഭവിച്ചു നോക്കുക, ഒരു സമയം അങ്ങേത്തലേക്ക് എത്തിപ്പോയി. അങ്ങനൊക്കെ വന്നിട്ട് ഒന്നൊഴിക്കേണ്ടി വന്നാൽ അവിടെ ഏതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്? അതാ ബുസ്റൽ കരീമും അതുപോലെ തന്നെ ശറഹുൽ മിൻഹാജും ഒക്കെ പറഞ്ഞതിന്റെ അർത്ഥമല്ലാതെ വേണ്ടാന്നല്ല പറഞ്ഞതിനർത്ഥം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ്? ഇമാം ഷാഫിഈ പറഞ്ഞ വാചകം ഷാഫി ഇമാമിന്റെ മുമ്പിലുണ്ട്. ആദ്യം പറഞ്ഞു സബത്തൽ അംറു അലാ ദാലിക, ജുമഅക്ക് 2 ഭാഗം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അത് ഇമാം ഷാഫിന്റെ മുമ്പിലുണ്ട്. അത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഈ 2ാം ബാങ്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ മുആവിയ റളിയല്ലാഹു അൻഹു ആണോ ഉണ്ടാക്കിയത് എന്നൊരു ചർച്ചയുണ്ട്. പക്ഷേ ആരായിരുന്നാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്നുള്ളതാണ് കൂടുതൽ ശരി. അതാണ് സഹീഹുൽ ബുഖാരിയിലൊക്കെ ഉള്ളത്. ആരായിരുന്നാലും ബഹുമാനപ്പെട്ട ഇമാം ഷാഫി പറഞ്ഞു ഫല്ലംറുല്ലദീ അലാ ഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ. 2 ബാങ്കിന്റെ കൂട്ടത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ബാങ്ക്
മിമ്പറിൽ ഇരുന്നതിന് ശേഷമുള്ള ബാങ്കാണ്. അതാ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ബാങ്ക്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞതിനകത്ത് മറ്റത് വേണ്ടാന്നല്ല, മറ്റത് വേണ്ടാന്നല്ലതിനർത്ഥം. അതാണ് ഞാൻ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാൻ ഇവിടെ വായിക്കുമ്പോൾ കേൾപ്പിച്ചു തന്നു. മുഖ്തസറുൽ മുസനിയിൽ ഇമാം ശാഫഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, അമ്മാ ഖിയാമു ശഹ്രി റമളാന, റമളാൻ മാസത്തിലെ നിസ്കാരമായ തറാവീഹ്, ഫസലാത്തുൽ മുൻഫരിദി അഹബ്ബു ഇലയ്യ മിൻഹു, സാധാരണ ഫർദ് നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്തുണ്ടല്ലോ, ആ റവാത്തിബ് സുന്നത്താണ് തറാവീഹിനേക്കാൾ എനിക്കിഷ്ടം. എന്ന് പറഞ്ഞാൽ തറാവീഹ് വേണ്ടെന്നാ എന്നല്ല, തറാവീഹ് നിസ്കാരത്തെക്കാൾ ബഹുമാനമുള്ളത് റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിനാണ്. ഇതാ പറഞ്ഞതിന്റെ അർത്ഥം. ഇതുപോലെ കൂടുതൽ ബഹുമാനമുള്ളത്, പ്രതിഫലം കൂടുതൽ കിട്ടുന്നത് ജുമഅ നിസ്കാരത്തിന് വേണ്ടി ഖതീബ് മിമ്പറിൽ കയറിയതിനു ശേഷമുള്ള ബാങ്കാണ്. ഇതാണ് ഇമാം ഷാഫി പറഞ്ഞതിന്റെ അർത്ഥം. ഇനി സഹോദരന്മാർ മനസ്സിലാക്കണം, ഇതങ്ങനെയാണ് ഇമാം ഷാഫി പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഞാനിപ്പോ കിതാബ് കൊണ്ട് തന്നെയാണ് തെളിയിച്ചത്. ഈ തെളിയിച്ച സംഗതി ഞാൻ നിങ്ങളോട് പറയട്ടെ, മൗലവിയെ കൊണ്ടും ഞാനിപ്പോ സമ്മതിപ്പിക്കും. അതിന്റെ മുമ്പ് ഞാൻ മൗലവിമാരെ ബുക്കിൽ ഒന്ന് രണ്ടും കൂടി വായിക്കട്ടെ. ഞാൻ പറഞ്ഞ ശരിയോ തെറ്റോന്ന് നമുക്ക് നോക്കണല്ലോ. ഷാഫി ഇമാം പറഞ്ഞ വാചകം മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ എന്താ അർത്ഥമുള്ളത്? ഒരിക്കലാന്നല്ലേന്നാ കേട്ടോളി. ഉമ്മിൽ ഇങ്ങനെ പറഞ്ഞത്, വയ്യുഹുമാ കാന ഫൽ അംറുല്ലദീ ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ കിതാബുൽ ഉമ്മ്, ആ രണ്ടുപേരിൽ ആരായിരിക്കട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തുള്ള കാര്യമത്രേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതേ പറഞ്ഞിട്ടുള്ളൂ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഭാഗം. ഇനി അത് തന്നെയാണ് ഫത്ഹുൽ മുഈനിലും പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ഉദായി ഉണ്ടാക്കിയത് ലമ്മാ കസ്റന്നാസ്, ജനങ്ങൾ വർദ്ധിച്ചപ്പോഴാണ്. പിന്നെ എപ്പോഴെങ്കിലും ജനങ്ങൾ കുറഞ്ഞിനോ? പിന്നെ എപ്പോഴും ജനങ്ങൾ കൂടുതലാണ് കുറയുന്നുണ്ട് എപ്പോഴെങ്കിലും? എന്നും വർദ്ധിച്ചപ്പോഴാണ് ഉണ്ടാക്കിയത്. അത് ഫത്ഹുൽ മുഈൻ വിശദീകരിക്കാൻ പറഞ്ഞു, ഫസ്തിഹ്ബാബുഹു, അത് സുന്നത്താക്കപ്പെട്ടത്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് സുന്നത്താക്കപ്പെട്ടത് ആളുകൾ വർദ്ധിക്കുക എന്ന ആവശ്യമുണ്ടായപ്പോഴാണ്. അതിന് ചില മുസ്ലിംമാർക്ക് ഇസ്തിഹ്ബാബിന്റെ അർത്ഥം അറിയില്ല. ഇസ്തഹബാന സുന്നത്താകുക എന്നല്ല, ഇസ്തഹബാന സുന്നത്താക്കപ്പെടുക, സുന്നത്താക്കൽ എന്ന അർത്ഥം. ഇസ്തഹബൽ ഉലമാഉ സുന്നത്തായി എന്നല്ല, സുന്നത്താക്കീന. അപ്പൊ ഫസ്തിഹ്ബാബുഹു എന്ന് പറഞ്ഞാൽ സുന്നത്താക്കപ്പെടൽ ഉണ്ടായത് അത് ആവശ്യം വന്നപ്പോഴാണ്. എന്നാ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്? അപ്പൊ ആ ഹുക്മുണ്ടായത് അങ്ങനെയാണ്, അല്ലാതെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിന്നെ നിർത്താന്നല്ല ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്. ഫത്ഹുൽ മുഈൻ മനസ്സിലാക്കാൻ കഴിയാത്ത, ഇബാറത്ത് മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ പരിഭാഷ വായിച്ചതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇസ്തിഹ്ബാബിന്റെ അർത്ഥം പഠിക്കണം, അറബി നന്നായി പഠിക്കണം, എങ്കിലേ ഇസ്ലാം മനസ്സിലാവുള്ളൂ. ഇനി പറയട്ടെ, മൗലവിനെ കൊണ്ട് തന്നെ ഞാൻ ഉമ്മിന്റെ അർത്ഥം ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ അയാളെ നാവുകൊണ്ട് അള്ളാഹ് പറയിക്കുന്നു, കേട്ടോളി. മഹാനായ ശാഫി ഇമാം പറയുകയാണ്, ഫഅയ്യുഹുമാ കാന فالأمر الذي على عهد رسول الله صلى الله عليه وسلم أحب إلي. എന്താ പറയുന്നത്? അവർ രണ്ടിൽ ആര് നടപ്പിലാക്കിയ ബാങ്ക് ആയിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ കാര്യം അതേതാണോ ആ കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ശാഫി ഇമാം അവിടുത്തെ ഉമ്മിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ആര് നടപ്പിലാക്കിയ ബാങ്കായാലും ശരി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയാലും മുആവിയ റളിയല്ലാഹു അൻഹു ആയാലും ആര് നടപ്പിലാക്കിയ ബാങ്കാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം റസൂലിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബാങ്കാണ്. ഇതാരാ പറഞ്ഞത്? ശാഫി ഇമാം. കണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടം റസൂലിന്റെ കാലഘട്ടത്തിലുള്ള ബാങ്കാണ്. അതിനാ കൂടുതൽ ബഹുമാനം. ബാങ്കും ഇഖാമത്തുമായിട്ട് കൂടുതൽ ഇഷ്ടം എന്തിനോടാ? ബാങ്കിനോടാണ്. അങ്ങനെ ഉണ്ടാവൂലേ ഒന്നിന് കൂടുതൽ ബഹുമാനം? ഇതാണ് പറഞ്ഞത്. അയാളെ കൊണ്ട് തന്നെ അള്ളാഹ് സമ്മതിപ്പിച്ചു. നേരത്തെ അയാൾ പറഞ്ഞതോ അത് നിങ്ങൾ അയാളെ കേസത്തിൽ കേട്ടവർക്കറിയാം. ഒഴിക്കലാന്നല്ലേ ഷാഫി ഇമാം പറഞ്ഞതാ. അയാളെ നാവുകൊണ്ട് തന്നെ അള്ളാഹു തആല സത്യം പറയിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക. എന്തോ ഞാനതാ ചോദിച്ചത്, എന്തും ബാറ്റിലാക്കിയിട്ടാ വന്നത്. ഇനി മൂപ്പര് ഞാൻ മക്കയും മദീനയും പറഞ്ഞല്ലോ, അപ്പൊ എന്നെ സുയിപ്പാക്കിയിട്ടുണ്ട് കുറെ ചോദ്യം. 11 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 11നും മറുപടി പിടിച്ചോ മുജാഹിദേ? 11 ചോദ്യങ്ങളെ മൗലവി ചോദിച്ചു, 11ന്റെ മറുപടിയും പിടിച്ചോ? ഈ രണ്ടാം ബാങ്ക് ഒന്നാം ബാങ്ക് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തുള്ള ബാങ്ക് മിമ്പറിൽ കയറിയതിന് ശേഷമുള്ള ബാങ്കാണ്. അത് നമ്മളെ നാട്ടിൽ പറയുമ്പോൾ രണ്ടാം ബാങ്കാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ബാങ്ക് രണ്ടാം ബാങ്കാണ്. നമ്മളാണെന്ന് വെച്ചാൽ മക്കയിലും മദീനയിലൊക്കെ പറയുമ്പോൾ രണ്ടാം ബാങ്ക്, ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ രണ്ടാം ബാങ്കാണ്. വാസ്തവത്തിൽ അതാണ് ഒന്നാം ബാങ്ക് പാരമ്പര്യമനുസരിച്ച് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ രണ്ടാം ബാങ്കും ഒന്നാം ബാങ്കും കൺഫ്യൂഷനായി പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, മൂപ്പര് ചോദിക്കുകയാണ്, അപ്പൊ ഇയാളിങ്ങനെ ഓരോന്നും പറയുമ്പോ മക്കത്തേക്ക് ചൂണ്ടുകയാണ്, ഇയാൾ പറയാ മദീനത്തേക്ക് ചൂണ്ടുകയാണ് പേരോടെ. പിന്നെ ഞാൻ ഗുരുവായൂരേക്കാ ചൂണ്ടുണ്ട്, പുളിക്കലേക്കാ ചൂണ്ടുണ്ട്, ഞാൻ മക്കത്തേക്കും മദീനത്തേക്കും ചൂണ്ടുന്നു. മൗലയ്ക്ക് ഭയങ്കര കംപ്ലൈന്റ് ചെയ്യും. ഏതാണ് ഇത് സാധനമെന്ന് എനിക്ക് മനസ്സിലാക്കുക. അത് എന്നിട്ട് മൂപ്പരിക്കുക, അവിടെ ആണ്ടുണ്ടോ മൊയ്യാരെ, കബറ് കെട്ടലുണ്ടോ, വെളുക്കൊക്കെ സിറാജിൽ കുട്ടികൾ പോകലുണ്ടാ? ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾ ആദ്യം കേൾക്കും, മറുപടി ഞാൻ പിന്നെ പറഞ്ഞുതരാം. വരട്ട മൗലവിന്റെ ചോദ്യം. സുഹൃത്തുക്കളെ, മക്കൾക്കും ഇവിടെ രണ്ട് അവിടെ തറാവീഹ് എങ്ങനെ, അവിടെ ഭാഷ എങ്ങനെ പറയുമ്പോ ഓരോന്നും അങ്ങോട്ടും കൊണ്ട് ചൂണ്ട. എന്നാ പിന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈ മക്കയും മദീനയൊക്കെ നിങ്ങൾക്ക് വലിയ തെളിവാണല്ലോ പറയുന്നത്. മക്കത്തും മദീനത്തിനൊക്കെ ഉള്ളപ്പോ അങ്ങനെ ചൂണ്ടണം. ഞങ്ങൾ അതിന്റെ ആൾക്കാരാണ്. ഒന്ന് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും ആണ്ട് നേർച്ചന്റെ അടിച്ചെന്ന അവിടെ നിന്നാ കൊടികുത്ത് നേർച്ചന്റെ ഡേറ്റ്, അവിടെ കബറ് കെട്ടാൻ ആരാ പോകാറത്? പേരോടാളെ പറഞ്ഞേക്കലുണ്ടോ? അവിടെ വിളക്ക് കത്തിക്കാൻ ആരെയാ പറഞ്ഞേക്കല്? സിറാജുദ്ദയിലെ കുട്ടികളാണോ അവിടെ കബറിനെ വിളക്കെത്തിക്കല്? അവിടെ കബറിന്റെ ചുറ്റും തവാഫ് നടക്കാറുണ്ടോ? അതുപോലെ തന്നെ കബറിന്റെ അടുക്കൽ വെച്ച് സഅയ് നടത്താറുണ്ടോ? എണ്ണത്തിരി കത്തിച്ച് വെക്കാറുണ്ടോ? മക്ബറയിൽ പോയിട്ട് അവിടെ പോയിട്ട് സത്യം ചെയ്യുന്ന പരിപാടി മക്കയിലോ മദീനയിലോ ഉണ്ടോ? ഇത് പള്ളിയിലേക്ക് ബന്ധപ്പെട്ടതാ. ഇനി വേറെയും പറയാ, നിസ്കാരല്ലേ, കൂട്ടപ്രാർത്ഥന ഉണ്ടോ? ഈ പള്ളിയിലില്ലേ, ഈ പള്ളിയിൽ നിങ്ങൾ കൂട്ടപ്രാർത്ഥന എടുക്കുന്നത് ഏത് മക്കത്തൊന്നും മദീനത്തിൽ നിന്നാണ് പഠിച്ചത്? ഈ പള്ളിയിൽ നിങ്ങൾ മാഷറവിൽ നടത്തുന്നത് ഏത് മക്കത്തൊന്നും മദീനത്തിൽ നിന്നാണ് നിങ്ങൾ അത് പഠിച്ചത്? നിങ്ങൾ ജനാസ കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ദിക്ർ ചൊല്ലി പോകുന്നത് മക്കത്ത് മദീനത്തുണ്ടോ? നിങ്ങൾ തൽക്കീം ചൊല്ലുന്നു മക്കത്ത് മദീനത്ത് ഒതുപ്പുണ്ടോ? നിങ്ങൾ ബാങ്ക് ഇഖാമത്തും കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുക്കുന്നത്. ഇഖാമത്ത് വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ സ്വലാത്ത് ചെല്ലുന്നു. നിങ്ങളെ പള്ളിയിൽ അങ്ങനല്ലേ? അത് മക്കത്തുണ്ടോ മദീനത്തുണ്ടോ? നിങ്ങളെ പള്ളിയിൽ സുബഹിക്ക് കുനൂത്ത് ഓതുന്നു, കുനൂത്ത് ഓതിട്ടില്ലെങ്കിൽ ആ മുബ്തദിയാന്ന് പറയുന്നു. മക്കത്തെ പള്ളിയിലുണ്ടോ? മദീനത്തെ പള്ളിയിലുണ്ടോ? എന്താ നിങ്ങൾ ഈ പറയുന്നതിന്റെ പുതുമ? 13 വിഷയ ചോദിച്ചത്, 13ന്റെയും മറുപടി പിടിച്ചോ. ഒന്നാമത്തത് എന്താണ്? മക്കയിൽ ആണ്ടുണ്ടോ? ഉണ്ട്. എന്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൊല്ലത്തിലൊരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽക്കർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അത് ആണ്ടിലൊരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട് തന്നെയല്ലേ അത്? അത് നേർച്ചയാക്കലുണ്ടോന്ന്? ഹജ്ജ് നേർച്ചയാക്കലില്ലേ? കൊടി കുത്തലുണ്ടോന്ന്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി മിനായിലും അറഫയിലും കുത്തലില്ലേ? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? ഇനി എന്താ ചോദ്യം? പിന്നൊരു ചോദ്യം, ഖബറ് കെട്ടലുണ്ടോന്ന്? പിന്നെ എങ്ങനെയാ മദീനത്ത് വലിയ കുപ്പുണ്ടായത്? കെട്ടാതെ പൊങ്ങിയതാ, താനേ പൊങ്ങിയതാ. ഇതാ കുപ്പ നോക്ക്, റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിന്റെ കുപ്പ നോക്ക്, കെട്ടാതെ പൊങ്ങിയതാ മൗലവി. കണ്ണില്ലേ പൊട്ടന്മാരെ? കെട്ടാതെ പൊങ്ങിയതാണോ ആ കുപ്പ, ആ മിനാരം? പിന്നെന്താ ചോദ്യം? പിന്നെ ചോദ്യം വിളക്കെത്തിക്കലുണ്ടോ? പിന്നെ അവിടെ എല്ലാം ഇരുട്ടിലിരിക്കല. നിങ്ങളെ കണ്ണും മനസ്സും ഇരുട്ടായി പോയോ? അവിടെ വിളക്കെത്തിക്കാതെ ഇരുട്ടില്ല. നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറാണ്, പച്ചപ്പട്ട വിരിച്ച ഖബർ. ഞാൻ വായിച്ചില്ലേ അറേബ്യയിൽ നിന്ന് ഇറങ്ങുന്ന പത്രം? അവിടെ അതാ ഖബർ, അവിടെ അതാ നോക്കൂ, നന്നായിട്ട് മെഴുകുതിരി പോലെ വെച്ചിരിക്കുന്നത് നോക്കോ. ഇനി ഞാൻ ആ പത്രം ഞാൻ നിർത്തി വായിച്ചതല്ലേ? ഇനി എന്താ നിങ്ങളെ ചോദ്യം? ഖബറിനടുക്കൽ തവാഫ് നടക്കുന്നുണ്ടോ? ഞങ്ങൾ ഇവിടെ ഒക്കെ ഖബർ തവാഫ് ചെയ്യലുണ്ടോ? നിങ്ങളാർക്കും മൊതാക്കരപ്പിൽ തവാഫ് ചെയ്യലുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ജുമാഅത്ത് പള്ളിയുടെ അടുത്തുള്ള ഖബർ പോയി തവാഫ് ചെയ്യലുണ്ടോ? അങ്ങനെ ഖബർ തവാഫ് ചെയ്യണോ? ഞങ്ങൾക്കൊരു വാദമുണ്ടോ? പിന്നെ ഖബറിനടുക്കൽ സഈ നടക്കലുണ്ടോ? ഖബറിനടുക്കൽ ആരോ സഈ നടത്താറുണ്ടോ? പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലാതെ പോയി. തവാഫ് ചെയ്യേണ്ടത് കഅബയിലാണ്, സഈ നടത്തേണ്ടത് സഫാ മർവയിലാണ്. പക്ഷേ അത് രണ്ടും
ഉള്ളത് മഹാന്മാരെ മഖ്ബറയുടെ സമീപത്താണ്. മൗലവിമാര് പഠിക്കണം. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ട് കഅബയിൽ തന്നെ ഒരു ഭാഗമില്ലേ? എന്താ ആ വാക്കിന്റെ അർത്ഥം? ഇസ്മായിൽ നബിയുടെ വീട് എന്നല്ലേ, റൂം എന്നല്ലേ? കാരണം ഇസ്മായിൽ നബി അലൈഹിസ്സലാം മറവ് ചെയ്യപ്പെട്ടത് അവിടെയാണ്. അതിന്റെ ചുറ്റും തന്നെയല്ലേ തവാഫ് നടക്കുന്നത്. പക്ഷേ ഖബറിനെ ചുറ്റുന്നതല്ല, കഅബയെ ചുറ്റുന്നതാണ്. എന്റെ പ്രസംഗത്തിന്റെ പകുതി കട്ടിട്ട് നിങ്ങൾ CD കേസറ്റ് ഇറക്കാറുണ്ട്. കാരണം നിങ്ങളെ പ്രസംഗം കേൾക്കാൻ ആളെ കിട്ടൂല. അപ്പൊ എന്റെ കൂട്ടി കലർത്തിയിട്ട് ഇറക്കുന്ന തട്ടിപ്പുകാരാണ് നിങ്ങൾ. കൂട്ടത്തിൽ ഇനിയിപ്പോ ഖബർ തവാഫ് മക്കയിൽ നടക്കുന്നുണ്ട് എന്ന് പേരോട് പറഞ്ഞു എന്ന് നാളെ പച്ചക്കള്ളം പറയണ്ട. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, കഅബയാണ് തവാഫ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഖബറുണ്ട്, അവിടെ ഖബറുണ്ട്. അതുപോലെ സഫാ മർവയിലാണ് സഅയ് നടക്കുന്നത്, അതിന്റെ തൊട്ടടുത്ത് ഖബറുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. മൗലവിമാരെ, നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ പേരോടിന്റെ ചെരിപ്പെടുക്കാമെന്ന്. നിങ്ങൾ സുന്നികളെ ചെരിപ്പെടുത്ത് നടന്നാൽ ഇത് മനസ്സിലാവൂല. നിങ്ങൾ കിതാബ് ഓതി പഠിക്കണം. ഇത് ഇമാം സർക്കശി റളിയല്ലാഹു അൻഹുവിന്റെ ഇലാമുസ് സാജിദ് എന്ന കിതാബ് പേരോടി പേജ് ഉണ്ടാക്കിയതല്ല. പേരോട് ജനിക്കുന്നതിന്റെ 700ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം സർക്കശി എഴുതിയ കിതാബ് കാണാം. വഖദ് ഇസ്തഹറ അന്ന ഖബ്റ ഇസ്മാഈല വ ഉമ്മിഹി ഫിൽ ഹിജ്രി. ഹിജ്ർ ഇസ്മാഈലിലാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഉമ്മയുടെയും ഖബറുള്ളതെന്നത് പ്രസിദ്ധമാണ്. എന്ന് മാത്രമല്ല, മസ്ജിദുൽ ഖൈഫിന്റെ അടുക്കൽ നിങ്ങൾ ചോദിച്ചില്ലേ, ഞാൻ മിനയിൽ കൊടികുത്തു എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കര ഇഷ്കാണ്ടാവും. അവിടെ എന്ത് ഖബറാണ്? മസ്ജിദുൽ ഖൈഫ് മിനയിലല്ലേ? അവിടെ ഖബറു 70 നബിയൻ, 70 നബിമാരെ ഖബർ അവിടെ ഉണ്ട്. പോരാ, പിന്നെയും കാണാം ആയിരക്കണക്കിന് അമ്പിയാക്കളുടെ ഖബർ മക്കയിലുണ്ടെന്ന് ഇതാ ഇമാം സർക്കശി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഖബറുണ്ട്. പക്ഷേ ഖബറിനെയല്ല തവാഫ് ചെയ്യുന്നത്, ഖബറിന്റെ അടുത്ത് ഖബറിനല്ല സഅയ് ചെയ്യുന്നത്. അത് വേറെ വിഷയം. ഖബറുണ്ടാകുമ്പോഴേക്ക് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന നിങ്ങളെ ധാരണ ഇസ്ലാമിന്റെ ABCD പഠിക്കാത്തത് കൊണ്ടാണ്. മൗലവിമാരെ, പഠിക്കണം നിങ്ങൾ, പഠിക്കണം നിങ്ങൾ. പിന്നെ എത്ര ഉണ്ട്? നബിമാമിന്റെ കിതാബ് നോക്ക്, ഇബ്നു ഹജറിന്റെ കിതാബ് നോക്ക്. അലൈഹി ഖുബ്ബത്തുൻ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ ഖുബ്ബയുണ്ട്. മാലിക് ഇമാമിന്റെ ഖബറിന്റെ മേലെ ഖുബ്ബയുണ്ട്. ഇപ്പോഴവിടെ കാണുന്നില്ലല്ലോ. നിങ്ങൾ പൊളിച്ചതല്ലേ? റൗദാ ശരീഫും കഴിച്ച് ബാക്കിയുള്ളത് നിങ്ങൾ പൊളിച്ചതല്ലേ? പൊളിച്ചിട്ടില്ലാതെ പറയാൻ പറ്റുമോ? നിങ്ങളുടെ ആശയക്കാരനല്ലേ ഈ മൊയ്ദ് മൗലവി സാഹിബ്? കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഈ മൊയ്ദ് മൗലവി സാഹിബ്. ആ ഈ മൊയ്ദ് മൗലവി സാഹിബ് എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞില്ലേ, ഞങ്ങൾ കഅബയിൽ പോയിട്ട് ഞങ്ങളെ മുജാഹിദിന്റെ ആൾക്കാർ നോക്കോ, മുജാഹിദിന്റെ ആൾക്കാർ എന്ത് ചെയ്തു? അവിടെ കഅബന്റെ ഉള്ളിലുള്ളത് മുഴുവനും കവർച്ച ചെയ്ത് എടുത്തു. പിന്നെയോ, പിന്നെ മദീനത്ത് പോയിട്ട് അവിടെയും കവർച്ച ചെയ്തുള്ള പൊന്ന് മുഴുവൻ ഞങ്ങൾ കൊണ്ടുപോയി, മഖ്ബറ മുഴുവൻ ഞങ്ങൾ പൊളിച്ചു. ഈ വിവരം നിങ്ങൾ എഴുതി വെച്ചിട്ടേ പച്ച മലയാളത്തിലുള്ള പുസ്തകത്തിൽ എടുത്തു നോക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യവും അതിനെ സംബന്ധിച്ച് അയാൾ എഴുതിയ പുസ്തകത്തിലല്ലേ അതുള്ളത്. മലയാളം വെക്കുന്നത് വേറെ അറബിയിലുള്ള 100 കിതാബിലുണ്ട്. ഞാൻ മലയാളം വെക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാനാ. അപ്പൊ നിങ്ങൾ പൊളിച്ചതാണ്. മക്കയിലും മദീനയിലും മഖ്ബറ എവിടെയാണോ? നിങ്ങൾ പൊളിച്ചതല്ലേ അത്? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, പിന്നെ ചോദിച്ചത് എന്താണ്? എണ്ണത്തിരി ഞാൻ കാണിച്ചു തന്നല്ലോ. മൗലവി എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ആദ്യകാലത്ത് ബൾബില്ല, ട്യൂബില്ല, അന്ന് വിളക്കാണ് വെക്കല്. ആ വിളക്ക് നിങ്ങൾക്ക് കാണണോ? നേരത്തെ പൊന്നിന്റെ വിളക്കായിരുന്നു റൗളാ ശരീഫിൽ കത്തിക്കല്. നിലത്ത് വെക്കുന്ന വിളക്ക് റൗളാ ശരീഫിൽ വെച്ചിരുന്നു. നിങ്ങൾക്കിതിനെ സംബന്ധിച്ച് വിവരമില്ലാത്തതിന് ഞങ്ങൾ ഉത്തരവാദി. പൊന്നിന്റെ വിളക്ക് വെച്ചിരുന്നു. പിന്നീട് അതിന്റെ ആവശ്യമില്ല, ലൈറ്റ് വന്നു. പിന്നെ ആവശ്യമില്ല, അതുകൊണ്ട് അത് എടുത്തുപോയി. സാധനം ഇന്നും സൂക്ഷിപ്പുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ചോദിച്ചത് എന്താണ്? ഖബറുള്ളതിന്റെ അടുത്ത് നിന്ന് സത്യം ചെയ്യാറുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഖബറിന്റെ അടുക്ക പോയി സത്യം ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? അതേ സമയത്ത് ഖബറുള്ളത് കൊണ്ട് സത്യം ചെയ്തുകൂടാ എന്നുണ്ടോ? കഅബയുടെ അടുക്കൽ പോയി സത്യം ചെയ്യാറില്ലേ? അവിടെ ഖബറില്ലേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ചത് എന്താണ്? അവിടെ കൂട്ടുപ്രാർത്ഥനയുണ്ടോ? ഇല്ലേ, ഇല്ലേ. നിങ്ങൾ അവിടെ കൂട്ടുപ്രാർത്ഥന ഇപ്പൊ നടത്തുന്നില്ല എന്നല്ലാതെ. എടുക്കുമോനെ തുഹ്ഫ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, വയുഅയ്യിദുഹു അന്നൽ ഖുലഫാ അർ-റാഷിദീന വമൻ ബഅദഹും കാനൂ യുസല്ലൂന
بمحرابه صلى الله عليه وسلم ولم يعرف أن أحد منهم خلاف ما عرف منه. അല്ലാഹുവിന്റെ റസൂല് മിഹ്റാബിൽ വലത്തോട്ട് വലതുഭാഗം മഅ്മൂമീങ്ങളിലേക്കും ഇടതുഭാഗം ഖിബ്ലയിലേക്കുമാക്കി തിരിഞ്ഞിരിക്കലാണ് പതിവ്. ആ നിലക്ക് തന്നെയാണ് 4 ഖുലഫാഉർ റാഷിദീങ്ങളും തിരിഞ്ഞിരുന്ന് ദുആ നടത്തിയതെന്ന് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുന്ന പതിവ് മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നു. നിങ്ങൾ എടുത്തു കളഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ള കൂട്ടുപ്രാർത്ഥന മദീനയിൽ വെച്ച് നടത്തിയിരുന്നു. കേട്ടോളൂ. സല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം الفجر ثم أقبل على القوم وقال اللهم بارك لنا في مدينتنا وبارك لنا في مدنا وصائنا. അല്ലാഹുവിന്റെ റസൂൽ, ഓ അല്ലാഹുവേ, ഞങ്ങളെ മുദ്ദിൽ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ മദീനയിൽ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ സായിൽ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് കൂട്ടുപ്രാർത്ഥന നടത്തി. മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തി മദീനത്തെ പള്ളിയിൽ. അത് വഫാഉൽ ഫൈൽ ഇമാം സുംഹൂദി സഹീഹായ പരമ്പര കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നബിയും സഹാബത്തും മക്കയിലും മദീനയിലും കൂട്ടുപ്രാർത്ഥന നടത്തിയവരാണ്. മക്കയിലും മദീനയിലും കൂട്ടുപ്രാർത്ഥന ഇല്ലെന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചത്, നിങ്ങളെ തൊട്ടപ്പം മൗലൈമാര് പറഞ്ഞു പറ്റിച്ചതല്ലേ, അവരതില്ലാതെയാക്കിയതല്ലേ, നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതല്ലേ. ഇനി കേട്ടോ മൗലൈമാരെ, നിങ്ങളുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനെന്ന് നിങ്ങളെ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം, ആ ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു. എന്തായിരുന്നു? ലാ യഉമ്മു അബ്ദുൻ ഖൗമൻ ഫയഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും ഫഇൻ ഫഅല ഫഖദ് ഖാനഹും. ഒരാൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ട് ആ നിസ്കരിച്ചവൻ മഅ്മൂമീങ്ങളെ കൂട്ടുപ്രാർത്ഥന നടത്താതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ അവൻ മഅ്മൂമീങ്ങളെ വഞ്ചിച്ചവനായി എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചിട്ട് നിങ്ങളെ നേതാവ് പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല, പറയാണ്. ഹാദൽ ഹദീസു ഇൻദി ഫി ദുആഇ അല്ലദീ യദ്ഉ ബിൽ ഇമാമു ലിനഫ്സിഹി വലിൽ മഅ്മൂമീന. മഅ്മൂമീങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ശരീരത്തിന് വേണ്ടിയും ഇമാം ദുആ ചെയ്യുന്ന ദുആയെ സംബന്ധിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വയസ്തരികൂന ഫീക ദുആഇൽ ഖുനൂതി വനഹ്വിഹി. ഖുനൂത്തിന്റെ ദുആയിലും മറ്റു ദുആയിലും ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞ് കൂടുകയാണ് വേണ്ടതെന്ന് നിങ്ങളെ ഇബ്നു തൈമിയ്യ അതാ പറയുന്നു. ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നു. അപ്പൊ ഖുനൂത്തും ഉണ്ടേ മൗലവിമാരെ, കൂട്ടുപ്രാർത്ഥനയും ഉണ്ടേ മൗലവിമാരെ. അത് കൂട്ടുപ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ, ഖുനൂത്ത് ഇമാം ഉറക്കെ മറ്റുള്ളവരെ കൂട്ടായിട്ട് ഓതിയിട്ടില്ലെങ്കിൽ ഫഖദ് ഖാനഹും, മഅ്മൂമിങ്ങളെ വഞ്ചിച്ച ഇമാമാണെന്ന് നിങ്ങളെ നേതാക്കന്മാർ എഴുതി വെച്ച കിതാബാണ് മൗലവിമാരെ. മാർക്കറ്റിലെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവർ വഞ്ചകന്മാരല്ലേ. സർവ മുജാഹിദ് പള്ളിയിലെ ഇമാമിങ്ങളും കടുത്ത വഞ്ചകന്മാരല്ലേ. ഇരുന്നൊന്ന് ചിന്തിക്കൂ മൗലവിമാരെ. ഇല്ലെങ്കിൽ പേരോടിന് എന്റെ കയ്യിലുള്ള കിതാബില് ഞങ്ങളെ ഇബ്നു തൈമിയ പറഞ്ഞിട്ടില്ല, അതുപോലെ ഞങ്ങളെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ല എന്നൊന്ന് നിഷേധിക്കൂ. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല. നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ? എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ വിളിക്കുന്നു. സർവ മൗലവിമാരെയും ഖണ്ഡന പ്രസംഗം എന്ന് പറഞ്ഞ് ആളുകളോട് തോന്നിവാസം പറഞ്ഞാ പോരാ. എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിക്കാൻ തയ്യാറാകണം, എന്റെ മുമ്പിലിരിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇനി മേലിൽ തോന്നിവാസം പറയരുത് കേട്ടോ. പിന്നെന്താ മൂപ്പർക്ക് സംശയം? മാസറവിളി ഉണ്ടോന്നാ എടുക്കുമോനെ 2461 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൻസിത്തിന്നാസ്, ജനങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടി അൻസിത്തു എന്ന് പറയൂ മോനെ, പറയൂ എന്ന് റസൂലുള്ള പറഞ്ഞത് തുഹ്ഫയിൽ എടുത്തു ധരിച്ചിട്ടില്ലേ? അത് പിന്നെ എവിടെനു? മക്കയെന്നും മദീനയെന്നും അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച നാട്ടെന്നല്ലാതെ അത് കേരളത്തിൽ നിന്നായിരുന്നോ? ആരോടാണ് ഇത് പറയുന്നത്? പിന്നെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മയ്യത്തുണ്ട് ആരുണ്ടോ? പിന്നെ എന്തേ ചൊല്ലേണ്ടത്? ഉമർ മൗലവിന്റെ മാലെ മയ്യത്തുണ്ടോമോ? ഉമർ മൗലവിന്റെ മാലയെ ചൊല്ലേണ്ടത്? ഒരു ശിയാക്കപ്പെട്ട മാല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ ഹദർതുൽ മരീദ അബിൽ മയ്യിത ഫഖൂലു ഖൈറാ. മരിച്ച മയ്യത്തിനടുക്കൽ നിങ്ങൾ ഖൈറായത് ചൊല്ലൂ. ഏറ്റവും ഖൈറായത് എന്താ?
ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഏറ്റവും ഖൈറായത് എന്ന് റസൂലുള്ളാഹി പറയും. അത് ചൊല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ പറയും. അത് പിന്നെ എവിടുന്ന് ചൊല്ലാനാ പറഞ്ഞത്? മദീനത്ത് നിന്നല്ലേ പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞു? ഹദീസില്ലേ? ഹദീസില്ലേ? എന്തേ നിങ്ങൾ എന്റെ മുന്നിൽ വരാത്തത്? ഞാൻ നിങ്ങളെ പിന്നിലുണ്ടാവുന്നല്ലേ? ഇന്നലെ മൗലവി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? പേരോട് ഫൈൻ സിബനലക്കും ഖുർആനിൽ കാണിച്ചു തന്നാൽ പിന്നിലുണ്ടാവും. എന്താ പിന്നെ കാണാത്തത്? ഞാൻ കുറെ തിരിഞ്ഞു നോക്കി, എന്താ കാണാത്തത്? എന്തേ എന്റെ ചെരുപ്പ് എടുക്കാത്തത്? പിന്നെന്താണ്? പിന്നെ തെൽഖീനുണ്ടോ? ഇല്ലേ? എടുക്കും. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് ഒക്കെ നിങ്ങളെ കൊണ്ട് തന്നെ കന്നൂട്ടിക്ക് ദീനെടുത്ത പോലെ ചെവി അരിഞ്ഞു വെക്കല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് അഹ്കാമു തമന്നിൽ മൗത്ത്. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് പോലും എന്തിനു തെൽഖീൻ ജലാൽ. കേട്ടോളൂ. عن رسول الله صلى الله عليه وسلم قال إذا مات أحد من إخوانكم فصبيتم التراب عليه فليقم أحدكم على رأس قبره ثم يقول يا فلان ابن فلانة فإنه يسمعه ولا يجيب. ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ആളെ പേര് വെച്ചിട്ട് വിളിക്കണം, ഉമ്മാന്റെ പേരും കൂട്ടി വിളിക്കണം. അങ്ങനെ വിളിക്കുമ്പോ അയാൾ കേൾക്കും. മൗലവിമാരും കേൾക്കൂല. ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നത് കേൾക്കൂന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ വലാ യുജീബു, ആദ്യത്തെ വിളിക്ക് ഉത്തരം ചെയ്യൂല. സുമ്മല്യപ്പോൾ പിന്നെയും വിളിക്കണം. അപ്പൊ അയാൾ ഇരിക്കും. പിന്നെയും വിളിക്കണം. അപ്പൊ അയാൾ കേൾക്കും. എന്തിനാ വിളിക്കുന്നത്? എനിക്ക് പറഞ്ഞു തരൂ അർഷിദിനായ റഹിമക്കല്ലാഹ്. വലാകില്ലാ തശ്ഉറൂൻ. പക്ഷെ നിങ്ങളതറിയൂല. നമുക്ക് നടക്കുന്നുണ്ട് ഖബറിൽ. ഫല്യഖുൽ, അപ്പം പറഞ്ഞു കൊടുക്കട്ടെ. ഉദ്കുറു മാ ഖറജത അലൈഹി മിനദ് ദുനിയ ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഅന്നക റളിത ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ വബിൽ ഖുർആനി ഇമാമാ ഫഇന്ന മുൻകറൻ വനകീറൻ യഖുദു കുല്ലു വാഹിദിൻ മിൻഹുമാ ബിയദി സാഹിബിഹി വയഖൂലു ഇൻദലിഖ് ബിനാ മാ നഖഉദു ഇൻദ മൻ ലുഖിന ഹുജ്ജതുഹു ഫയകൂനു അല്ലാഹു ഹജീജഹു ദൂനഹുമാ ഫഖാല റജുലി യാ റസൂലല്ലാഹ് ഫഇൻ ലം യുറഫ് ഉമ്മുഹു ഖാല യൻസിബുഹു ഇലാ ഹവ്വാ യാ ഫുലാന മിൻ ഹവ്വാ. ഉമ്മാന്റെ പേരാണെങ്കിൽ ഹവ്വാമനെ കൊള്ള ചേർത്ത് പറയണോ? ഫതുൽ മിലുള്ള മസ്അല. അതടക്കം റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളെ സ്ഥാപക നേതാ പ്രഭാവ കേന്ദ്രം ഞങ്ങൾ പറഞ്ഞു. ഇയാൾ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ്. ഈ കിതാബിലതാ നീ എന്താ വേണ്ട? അപ്പം പറയൂ ഇവിടുന്ന് ഞാൻ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബിന്ന് മരിക്കുവാൻ നോക്കുന്ന ഒരാളെടുത്ത് കഫംപട കൊടുത്തയച്ച ഒരു സംഭവം ഉണ്ടായി. മരിക്കുവാൻ നോക്കുന്ന ഒരാളെടുത്ത് ഒരു കഫംപട കൊടുത്ത് മരിച്ചാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്ത് ചെയ്തു? അയാൾ കൊണ്ടക്കൊടുത്തു തന്നെ ഒരു സംഭവം ഉണ്ട് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഈ കിതാബിൽ. വേറെയും പലതുണ്ട്. ഉമറുൽ ഖത്താബ് ഖബറിന്റെ അടുത്ത് പോയി വിളിച്ചിട്ട് ഖബറിന് ഉത്തരം കേട്ടു എന്നൊക്കെ ഉണ്ടതിൽ. ഇത് ഞാൻ വായിച്ചപ്പോൾ മൗലവിക്ക് വല്ലാതെ പൊള്ളി. മൗലവി പറയാനേ അത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആ കിതാബിനെ കുറിച്ച് ഞങ്ങൾ എന്താ പറയേണ്ടത് എന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൗദി അറേബ്യയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ചർച്ച നടത്തിയിട്ട് അത് ഞങ്ങളിപ്പോ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് അയാളതല്ലാതെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് ഇവിടെ ഒരു സാധനം വെച്ച് ഒന്നിങ്ങനെ കാണിച്ചു സ്ക്രീനിൽ. ഞാനതിങ്ങനെ വായിച്ചു. ഇതെന്താരും വായിച്ചു നോക്കുന്നത്? എനിക്ക് ഇതിന്റെ പണി. ഇയാൾ വെച്ച സ്ക്രീനിയാണെന്ന് വായിച്ചു നോക്കി. അതിലുള്ള എന്താണെന്നറിയോ? ഇബ്നു അബ്ദുൽ വഹാബിന്റെ കയ്യക്ഷരത്തിൽ എഴുതിയതാണ് എന്നാണ്. ആ ബെച്ചയിൽ തന്നെ ഉള്ളത്. ഇവിടുത്തെ മുന്നിൽ നിന്നിട്ട് മുജാഹിദിന്റെ സാധാരണക്കാർ ചിരിച്ചും കൊടുത്ത് പേരോടിനെ അറിഞ്ഞുകൂടായിട്ടാണ് വിചാരിച്ച് ചിരിച്ചും കൊടുത്ത്. ഞാൻ ആലോചിക്കും ഇത്ര വിവരം നോക്ക്. വയലാ ഫർദി അന്നഹു ബി ഖത്തി ശൈഖി ഫലൈസ മിന ദറൂറത്തി അൻ യകൂന മിൻ തഅലീഫിഹി. അയാളെ കയ്യക്ഷരത്തിലാണെങ്കിലും അത് അയാളെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ മൂപ്പർക്ക് പണി ഒരു ഏത്തോലി എടുത്തിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ബുക്ക് എഴുതി കൊടുക്കല. നിങ്ങളെ നേതാവിന്റെ പണി മറ്റുള്ളവരുടെ ബുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കല. ഇബ്നു അബ്ദുൽ വഹാബിന്റെ പണി അത് നിങ്ങൾ വെച്ചതിലുള്ളതാ. ഞാൻ പറയല്ല, നിങ്ങൾ വെച്ചതിൽ ഇവിടെ വെച്ച കേസ് അതിലുള്ളതാ. ഇത് സാധാരണക്കാർക്ക് അറിയോ ഇതെന്താന്ന്? ഇത് മൗലവി ഇങ്ങനെ കാണിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് കാണിക്കാന്നല്ലേ വിചാരിക്കുന്നത്. ഇത് നിങ്ങളെ വഞ്ചിക്കാണ്. കാരണം ഈമാൻ എന്നൊരു സാധനം ഈ മൗലവിമാരെ തൊട്ട് തീണ്ടിയിട്ടില്ല. വഞ്ചിക്കാണ് മുസ്ലിമീങ്ങളെ, പൂർണ്ണമായ വഞ്ചന. ഇവിടെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ പറഞ്ഞു. സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? അശ്ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹയാത്തുഹു വഫിക്റുഹു. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രം. ഈ ചരിത്രത്തിൽ സൗദി അറേബ്യ എന്നുള്ള തന്നെ അബ്ദുല്ലാഹി സാലിഹുൽ ഉസൈമീൻ എഴുതിയ ബുക്ക് കിതാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ പറയാം. റിയാദ് എന്ന് പുറപ്പെടുന്നത് ഇവിടുന്നൊന്നുമല്ല. റിയാദ് തന്നെ കാരണൂടെ കാന്തപുരസ്ഥാനെ അറസ്റ്റ് ചെയ്ത സ്ഥലം അവിടുന്ന് പുറപ്പെട്ട്, അല്ലാതെ ഇത് കുറ്റിയാടി സിറാജൊന്നുമല്ല, മർക്കസൊന്നുമല്ല. എന്നിട്ട് ഇതിലെന്താ ഉള്ളത് കേട്ടോളി. അഹ്കാമു തമന്നിൽ മൗത്ത്. ഇപ്പൊ തള്ളിപ്പറയേ ഞങ്ങളതല്ല. 4 കോളായി. അഹ്കാമു തമന്നിൽ മൗത്ത്. അഹ്കാമു തമന്നിൽ മൗത്ത് എന്ന ഗ്രന്ഥം അതിനെപ്പറ്റി പറയാണ്. ഹുക്മുൽ ഗീബത്തി വൻ നമീമ അത് വേറൊരു കിതാബ്. ഹുക്മു
കത്മിൽ ഗൈദ് വൽ ഹിൽം വേറൊരു കിതാബ് ഹാദിഹിൽ അനാവീലു ഉഅ്തിയത്തിൽ മജ്മൂഅത്തിൻ മിനൽ അഹാദീസ് കതബഹ ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എഴുതിയ 3 ഗ്രന്ഥങ്ങളാണിത്. അഹ്കാമു തമന്നിൽ മൗത്ത്, ഇത് പേരോടച്ചരിച്ചതല്ല, റിയാദ് എന്ന് പുറപ്പെടുന്ന സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതന്മാരെ എഴുതിയ ഗ്രന്ഥം. നിഷേധിക്കാൻ കഴിയോ മൗലവിമാരെ? നിഷേധിക്കാൻ കഴിയോ? ഒരു ചുക്കും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ നാദാവത്ത് വിളമ്പാൻ വന്നില്ലല്ലേ? ഇനി സഹോദരന്മാര് ഞാൻ ചോദിക്കട്ടെ, പിന്നെന്താ അറിഞ്ഞത്? നിങ്ങൾ ഇഖാമത്ത് കൊടുക്കുമ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയും. തീരെ കേട്ടുകൂടാത്തൊരു സംഗതിയായി സ്വലാത്ത്. കാരണം റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചെയ്യല് ആളുകൾ നന്നായിപ്പോലെ, റഹ്മത്ത് ഇറങ്ങിപ്പോലെ. അപ്പൊ ഇബ്ലീസ് ഇറങ്ങൂലോ, അപ്പൊ പിന്നെ ഇത് പ്രചരിപ്പിക്കാനാവൂലോ, അതാ പ്രശ്നം. അപ്പൊ സ്വലാത്താ കേട്ടുകൂടത്ത്. ഇഖാമത്തിന് മുമ്പ് സ്വലാത്ത് സുന്നത്തില്ല ഏത് കിതാബിലുള്ള മൗലവി? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇഖാമത്തിന്റെ മുമ്പ് അക്കൽപ്പന ബാധകമല്ല എന്ന് ഏത് കിതാബിലുള്ളത്? സല്ലു അലൈഹി എന്ന് പറഞ്ഞത് എല്ലാ സമയത്തും ബാധകല്ലേ? ആ സമയത്ത് അത് ബാധകമല്ല എന്ന് ഏത് കിതാബിലുള്ളത്? ഏത് ഖുർആനിലുള്ളത്? ഏത് ഹദീസിലുള്ളത്? മൗലവിമാർ തോന്നിവാസം പറയേ ഫത്ഹുൽ മുനീറിലെ ഒരു സുന്നത്താണ്. സൈനുദ്ദീൻ മഹ്മൂദ് തോന്നിവാസം എഴുതിയതാ. നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് തോന്നിവാസം പറയേ. ഫത്ഹുൽ മുനീർ എഴുതിയത് മദീനത്തും മക്കത്തൊന്നും ചെയ്യേണ്ടാത്ത പണിയാ. ഇനി സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. പിന്നെന്താ പറഞ്ഞത്? കുനൂത്തോതുന്നു. കുനൂത്തോതുന്നു. മക്കയിൽ കുനൂത്തില്ലേ? മദീനയിൽ കുനൂത്തില്ലേ? ഇപ്പോഴും ഇല്ലേ വിത്രിസ്കാരത്തിൽ കുനൂത്ത്? 4 മദ്ഹബുണ്ട്. ആർക്കും തർക്കമില്ല കുനൂത്ത് വേണമെന്നുള്ളതിന്. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, കുനൂത്തോതുന്നവരായ നിലക്ക് നിസ്കരിക്കണമെന്ന്. ഇനി ഏതൊക്കെ അരമൊഴിയാര് അതിന്റെ അർത്ഥം അങ്ങനല്ല ഒന്നും പറയണ്ട, തഫ്സീറൊന്നും കാണാതെ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഓർമ്മയുണ്ട് മുമ്പ് തലശ്ശേരി എന്നൊരു അരമൊഴിയാർക്കല്ല ഞാൻ. മൂപ്പര് മക്ബറയിൽ വരുന്ന നേർച്ച പൈസ എല്ലാം വീഴ്ചയിൽ എടുത്തിട്ട് എന്നിട്ട് ഇയാൾ പറയാം അസം മൊയിലാര് ശരിയില്ല. ഈ കേസ് മൊയിലാർക്കോട്ടാ പറയുന്നത്. ഞാൻ അവിടെ ഒരു ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യാണ്, ജോസ്ഗിരി ഹോസ്പിറ്റലിൽ. ഞാൻ ചോദിച്ചാൽ എന്താ അയാൾ കോമോലിലായ കാണിക്കുന്ന ആയത് കുനൂത്തോന്നതിന് തെളിവായിട്ട് ഉദ്ധരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ കിതാബ് ഓതിയോ? അതെന്താ ജലാലിനി ഞാൻ ഓതിയിട്ടില്ലേ? ജലാലിനി ഞാൻ ഓതിയിട്ടില്ലേടാ. അപ്പൊ ഇതേ കിതാബ് തഫ്സീറുള്ളൂ. ഇമാം സുഹൃത്തുടെ ദുറുൽ മൻസൂർ എടുത്തു നോക്ക്. അപ്പൊ അസമൊയിലാരെ കണ്ടതുപോലെ കാണാത്ത മൗലവി അസമൊയിലാരെ വിമർശിക്കുക. അരമൊയിലാരാ അക്ബറയിലെ പൈസ എടുത്തിട്ടാ പറയുന്നത്. അങ്ങനെയുണ്ട് ചിലര്. ഞാൻ മെഞ്ഞാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതു ശരിയില്ലാത്ത ആള് സദസ്സിലുള്ളത് കൊണ്ട് അവിടുത്തെ ഓത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയിരുന്നു. അത് കിതാബിലൊക്കെ ഉള്ളതല്ലേ? കിതാബിലൊക്കെ ഉള്ളതല്ലേ? അപ്പൊ ഒരു മൊയ്യാര് സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാ അപ്പൊ പേരോട് റസൂലുള്ളാഹിയാ സൂപ്പർക്ക് പേച്ചേന് റസൂലുള്ളാഹിയാ ഉപമിച്ചത്. എല്ലാ മൊയ്യാരെ നിങ്ങളോട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു ദിവസം ദുഹർ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ സലാം വീട്ടിൽ പോയി. അപ്പൊ നാട്ടുകാരെല്ലാം കൂടി വന്നിട്ട് എന്താ മൊയ്യാരെ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടി? അങ്ങനെയാ? 2 ഉടനെ തന്നെ 2 കൂടി നിസ്കരിച്ചു. അപ്പൊ ഒട്ടാകെ നാട്ടിൽ പോയപ്പോ അതിന്റെ ഇയാൾ 2 റക്അത്ത് നിസ്കരിച്ച് നിർത്താൻ കാരണം അപ്പൊ ഈ മൊയ്യാര് പറഞ്ഞു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു ദിവസം റസൂലുള്ളാഹി സലാം വീട്ടിൽ പോയിട്ട് അള്ളാഹിന്റെ റസൂൽ അതിന് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് 2 റക്അത്ത് കൂടി നിസ്കരിച്ചിട്ട് സഹവിന്റെ സുജൂദ് ചെയ്യാ ചെയ്തത്. അത് തന്നെയാണ് ഞാനും ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ നിങ്ങൾ റസൂലുള്ളാഹിയാ വേറൊരു കാക്ക നിങ്ങൾ റസൂലുള്ളാഹിയാ? ഇതുപോലത്തെ കാക്കമാരാകരുത് ഈ അരമൗലവിമാര്. പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോ. പിന്നെ സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാ പേരോട് പറഞ്ഞാൽ ശരിയല്ല. പറയുന്ന മുജാഹിദാന്നേ തർക്കേടില്ല. അതെന്റെ സങ്കടം. മുജാഹിദാ പറഞ്ഞെങ്കിൽ തർക്കേടില്ല. വിവരമില്ലാതെ മണം നിൽക്കണം. പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലവിമാരാണ്. പിന്നൊരു കാര്യം പറയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് 4 മദ്ഹബിലും ഖുനൂത്തുണ്ട്. പക്ഷേ സുബഹിയിലാണോ വിത്റിലാണോ 4 മദ്ഹബിൽ പരസ്പരം ശാഖാപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുനൂത്ത് സുബഹിയിൽ വേണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിത്റിൽ വേണമെന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ മക്കയിലും മദീനയിലൊക്കെ ഹംബലി മദ്ഹബുകാരാണ്. അവര് വിത്റിൽ ഖുനൂത്ത് ഓതും. നമ്മൾ ശാഫിഈ മദ്ഹബുകാരാണ്. നമ്മൾ സുബഹിയിൽ ഓതും. റമദാനിന്റെ അവസാനത്തെ പകുതിയിൽ അമ്മക്കൂട്ട് ഖുനൂത്ത് വിത്റിൽ. അപ്പൊ അതിനൊക്കെ ഇമാമിയൊക്കെ തെളിവ് കിട്ടിയിട്ടുണ്ട്. അതാ സംഗതി. അപ്പൊ ഖുനൂത്ത് വേണ്ടാന്നല്ല, ഖുനൂത്ത് വേണമെന്ന് എല്ലാവരും പറഞ്ഞു. മുജാഹിദ് പറഞ്ഞതോ ഒരു ഖുനൂത്തും വേണ്ട, സുബഹിയിലും വേണ്ട, വിത്റിലും വേണ്ട, ഒറ്റ മദ്ഹബും വേണ്ട, ഒറ്റ ഖുനൂത്തും വേണ്ട. എന്താ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? ഖുനൂത്തിലെ ദുആ പിടിച്ചയച്ചാ. എന്താ ദുആ? അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്
അല്ലാഹുവേ നീ നേർവഴിയാക്കിയവരുടെ കൂടെ ഞങ്ങളെയും നേർവഴിയാക്കണേ, ആമീൻ. അപ്പൊ പിന്നെ മുജാഹിദ് ഉണ്ടാവോ? അള്ള നേർവഴിയാക്കിയവരുടെ കൂടെ നേർവഴിയാക്കണമെന്ന് വേദിച്ച് ഇജാബത്തിട്ടിയാൽ പിന്നെ മുജാഹിദ് ഉണ്ടാവോ? അവിടെ കുനൂത്ത് എന്നെ വേണ്ടാന്ന് പാസാക്കി മൗലവിമാര്. കാരണം അഥവാ നന്നായി പോയെങ്കിലോ ഇത്തരം വൃത്തികെട്ടൊരു സാധനം. പിന്നെ മൗലവിന്റെ ചോദ്യം കഴിഞ്ഞു. 13 ചോദ്യമല്ലേ എന്നോട് ചോദിച്ചത്? 13 കഴിഞ്ഞില്ലേ? 13 ചോദ്യവും കഴിഞ്ഞു. പിന്നെ മൗലവി എന്നോട് പറയാം, ബഹുമാനപ്പെട്ട മർഹൂം സദഖത്തുള്ള മുസ്ലിയാർ അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, കേരളത്തിൽ കഴിഞ്ഞു ഒരു വലിയ പണ്ഡിതനാണ്. ആ മഹാന്റെ ഒരു ബുക്ക് എടുത്തിട്ട് സദഖത്തുള്ളാനെ കൊച്ചാക്കുന്ന ഇവിടുന്ന്. സദഖത്തുള്ളാക്ക് ഒരു വിവരവും ഇല്ലാതെ വെച്ച് തീർക്കാൻ വേണ്ടി മൗലവി എടുത്തൊരു കുതന്ത്രം കേൾക്കണോ? കേൾക്കുമ്പോൾ തോന്നും പേരോട് ഞാൻ പറയുന്നത് സംഗതി കൊള്ളുന്നത് സദഖത്തുള്ളാക്കാണ്. അതെന്താ? സദഖത്തുള്ള മുസ്ലിയാർ ഞാൻ മഹാനവരുടെ ഒപ്പാത്തായപ്പോൾ കബർ പോയി സിയാർത്ത് ചെയ്ത് വർക്കത്തിന് വേണ്ടി കബർ പോയി സിയാർത്ത് ചെയ്തവനാണ്. ആലിമീങ്ങൾക്കിടയിൽ മസല തർക്കണ്ടാവും, അത് വേറെ വിഷയ. കണ്ണിയത്ത് ഉസ്താദും സദഖത്തുള്ള മുസ്ലിയാർ തമ്മിൽ മസല തർക്കണ്ട്. അവര് വലിയ ആലിമീങ്ങളാണ്. ഇനി നമ്മൾ അവരാരെങ്കിലും കുറ്റം പറയാൻ പാടുണ്ടോ? നമ്മൾ അവരാരെങ്കിലും നിസ്സാരപ്പെടുത്താൻ പാടുണ്ടോ? അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും ദർജ നേറ്റി കൊടുക്കട്ടെ. അവരെയും നമ്മളൊക്കെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഞാൻ സാധാരണക്കാരോട് പറയും, ചില്ലറ മസലകളിലൊക്കെ ആലിമീങ്ങൾക്കിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ പേരിൽ നമ്മളെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞ് നമ്മൾ ആഗ്രഹം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ മനസ്സിലാക്കണം. ഒട്ടാകെ പറഞ്ഞു നടക്കുന്നു പേരോട് ഹുഗനോസ്താദിനെ മരിക്കുന്നത് വരെ ചീത്തറിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഹുഗനോസ്താദിനെ അവമതിക്കുന്ന ഒരൊറ്റ വാക്ക് സംസാരിച്ചതായി തെളിയിക്കാൻ ഞാൻ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വെല്ലുവിളിച്ചു. 25 കൊല്ലായി ഞാൻ വേല തുടങ്ങിയിട്ട് എല്ലാ വേല കേട്ടിട്ടുണ്ട്. ഒരൊറ്റ പ്രസംഗത്തിൽ ഹുഗൻ ഉസ്താദിനെ നിസ്സാരപ്പെടുന്ന ഒരു വാക്ക് എന്റെ നാവ് കൊണ്ട് പറഞ്ഞതുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. പറയുന്ന ആരോപണം പറയുന്നവർ, നിങ്ങൾക്ക് ആഖിറത്തിൽ വിശ്വാസമില്ലേ? തോന്നിവാസം പറയാൻ പടച്ചോണ്ടെടുക്കലെത്തൂല നിങ്ങൾ. ഞാൻ ഹുഗൻ ഉസ്താദിനെ നിസ്സാരപ്പെടുത്തി? ഞാൻ നിന്റെ ഭ്രാന്ത? ഞാൻ ഹുഗൻ ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും തമ്മിൽ മസല തർക്കമുണ്ട്. മൈക്ക് വെച്ചിട്ട് ഖുത്ബ ഓതിക്കൂടെ? ഞാൻ ആ വിഷയത്തിൽ ലോക മുസ്ലിം പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും മൈക്ക് വെച്ച് ഖുത്ബ ഓതാം എന്ന അഭിപ്രായക്കാരാണ്. ഞാൻ ആ ബഹുഭൂരിപക്ഷത്തിന്റെ കൂടെയാണ്. അത് ഹുഗൻ ഉസ്താദിനെ കുറ്റം പറയല. എന്നാ പിന്നെ നമ്മൾ ഷാഫി മദ്ഹബ് എടുക്കുമ്പോഴേക്ക് അബൂ ഹനീഫിനെ കുറ്റം പറയല? നമ്മളെ ഷാഫി മദ്ഹബ് എടുത്താൽ അബൂ ഹനീഫിനെ കുറ്റം പറയലാണോ? മാലിക് ഇമാമിനെ കുറ്റം പറയലാണോ? അഹ്മദ് നബർ റളിയല്ലാഹു കുറ്റം പറയലാണോ? ഒരു മസലയിൽ ഒരു പണ്ഡിതൻ ഒരു വലിയ പണ്ഡിതനെ പിന്തുടരുമ്പോൾ മറ്റേ പണ്ഡിതനെ പിന്തുടരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ചീത്ത പറയല? എന്നാ പിന്നെ 4 മദ്ഹബും വെച്ചാന്ന് റെഡിയൂലേ? പോട്ടെ, ഒരു മദ്ഹബിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു റംലി ഇമാം തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലേ? എന്നാ ഒരാൾ ഇബ്നു ഹജറിന്റെ അഭിപ്രായം എടുത്താൽ റംലി ഇമാമിനെ കുറ്റം പറയുന്നവനാ? എന്താണ് ഈ വിവരക്കേട് പറയുന്നത്? മൗലവി പറയുന്നത് കിഴാനേന്റെ എതിരാളി അയാള്. മൂപ്പര വിചാരം അങ്ങനെ ഒരു ഫിത്തന പറഞ്ഞാൽ അയാൾക്കൂടെ മുജാഹിദ് ഉണ്ടാക്കാനാ. ഇങ്ങനെ കിഴാനേന്റെ എതിരാളി എന്നൊരു ഫിത്തന പറയാ, ഈ കൗസാദിന്റെ എതിരാളി എന്നൊരു ഫിത്തന പറയാ. എന്നാൽ എനിക്കിവിടെ മുജാഹിദ് വളർത്താന്നാണ് മൗലവിന്റെ ധാരണ. അത്ര പോയത്തക്കാരല്ല ഞങ്ങൾ നാദാവൃത്തിയാര് കേട്ടോ. മൗലവി ആലോചിച്ചോളണം. ബുദ്ധിയുള്ളവരാ ഇവിടെ മനുഷ്യന്മാര്. നിങ്ങൾ പെരുന്നൽ മണ്ണവാദി ഇപ്പം ഇങ്ങോട്ട് വരികയല്ലേ? ഷാർജ ചെയ്യുന്നു ഇങ്ങോട്ട് വരികയല്ലേ ഉസംകുട്ടി? ഞങ്ങളിവിടെ നാട്ടിലുള്ളവരാ. ഇവിടെയുള്ള ആൾക്കാർ എന്റെ പ്രസംഗം കേൾക്കാത്തവരാ. ഞാൻ ഇന്ന് വരെ ഒരു വാക്ക് ഹുഗൻ ഉസ്താദിനെതിരെ അല്ലെങ്കിൽ മർഹൂം ഇ കെ ഉസ്താദിനെതിരെ നിസ്സാരപ്പെടുത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ തെളിയിക്കും. ഇരിക്കട്ടെ, സദഖത്തുള്ള മുസ്ലിയാരെ ഫത്വയിലുണ്ട് പോലും. എന്ത് മക്കത്തും മദീനത്തേക്കും നോക്കാൻ പാടില്ല. അതുകൊണ്ട് പേരോടെ അതിലൊന്ന് വായിച്ച് പഠിച്ചോ. സദഖത്തുള്ള മുസ്ലിയാരെ ഫത്വ വായിച്ച് പഠിച്ചോ പേരോടെ. കാരണം പേരോട് പൊട്ടത്തരം പറയാനേ. മക്കത്തും മദീനത്തും നോക്കുക, അത് പൊട്ടത്തരം പറയാണ്. എന്താ സദഖത്തുള്ള മുസ്ലിയാർ പറഞ്ഞത്? മക്കയിലും മദീനയിലുള്ള ഒന്നും എടുക്കണ്ടാന്നാ എന്നല്ല പറഞ്ഞത്. മക്കയിലും മദീനയിലും പുത്തൻവാദികളായ നജിദിയൻ സിദ്ധാന്തക്കാരെന്ന് വെച്ചാൽ മുജാഹിദീങ്ങൾ. ഈ മുജാഹിദീങ്ങൾ വന്നതിന് ശേഷം അവിടെ പെണ്ണുങ്ങളെയും ആണുങ്ങളെയും ഒന്നായി നിസ്കരിപ്പിക്കുന്നുണ്ട്. അതുപോലെ അവിടെ പുതിയ ചില പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അതൊന്നും ഞമ്മക്ക് തെളിവല്ല. കാരണം അത് നജിദിയൻ സിദ്ധാന്തം മുജാഹിദീങ്ങൾ വന്നപ്പോഴുള്ളതാണ്. അത് ഞമ്മക്ക് തെളിവല്ല. അതെന്തേ സംഗതി പറയാന്നറിയോ? അതും കൂടി ഞാൻ പറയാം, സാഹചര്യം കൂടി പറയാം. അവരൊരു കട്ടുവെച്ചതാ. അതിന്റെ സംഗതി അറിയോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ് മൈക്ക് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, മക്കയിലും മദീനയിലൊക്കെ ഉണ്ടായിട്ട് ലോകത്തുള്ള എല്ലാ അലിമീങ്ങളും അവിടെ പങ്കെടുക്കുന്നുണ്ടല്ലോ, ആരും അതിനെതിര് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് പോയിട്ട് സദഖത്തുള്ള മുസ്ലിയാരോട് ഒരു പിത്തനക്കാരൻ പോയി പറഞ്ഞു കൊടുത്ത് കണ്ണിയത്ത് ഉസ്താദ് നിങ്ങളെ എതിർത്തിട്ട് എന്തല്ലോ പറഞ്ഞിന്, കൂട്ടത്തിൽ മക്കത്ത് മദീനത്തൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിന് എന്ന് പറഞ്ഞു. അത് സദഖത്തുള്ള മുസ്ലിയാർ തെറ്റിദ്ധരിച്ചു.
അങ്ങനെ ബഹുമാനപ്പെട്ടവർ കണ്യത്തിനെതിരെ എഴുതി. ആ കണ്യത്തുസ്താദിനെതിരെ എഴുതിയ വാചകത്തിന് മൂപ്പര് പറഞ്ഞു, ഈ ആധുനിക സമസ്തക്കാര് നജിദുകാരായ ഈ മുജാഹിദുകളായ കക്ഷികൾ മക്കയും മദീനയും ഭരണം നടത്തുമ്പോ അവര് നടപ്പാക്കുന്നതൊക്കെ തെളിവാണ് എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ പെണ്ണുങ്ങളെ ജുമഅക്കും കൊണ്ടുപോണ്ടി വരൂലേ എന്ന് സദഖത്തുൽ മുസ്ലിയാർ കണ്യത്തുസ്താദിനെ തെറ്റിദ്ധരിച്ച് എഴുതിപ്പോയി. അള്ളാഹു രണ്ട് കക്ഷികളുടെയും ദർജന ഏറ്റിക്കൊടുക്കട്ടെ. ആർക്കെങ്കിലും വല്ല അപാകതയും ജീവിതത്തിൽ വന്നെങ്കിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. സഹോദരന്മാര് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്തുണ്ടായി? നജിദിയൻ സിദ്ധാന്തക്കാര് വന്ന് പുതുതായി ഉണ്ടാക്കുന്നത് മക്കയിലും മദീനയിലും ഉണ്ടായ തെളിവാവൂല എന്നാണ് സദഖത്തുൽ മുസ്ലിയാർ പറഞ്ഞത്. അല്ലാതെ മക്കയിലും മദീനയിലും റസൂലുള്ളാഹിന്റെ കാലം മുതൽക്കുള്ള ഒന്നും തെളിവാവൂല എന്നല്ല. അങ്ങനെ സദഖത്തുൽ മുസ്ലിയാർ പറയൂല എന്നുള്ള ശേഷം കിതാബ് വായിച്ച് തെളിയിക്കും. സദഖത്തുൽ മുസ്ലിയാർ കിതാബ് ഓതാത്ത ആളല്ല, മൗലവിനെ പോലെ അല്ല, ആലിമാണ്. ഇനി നിങ്ങൾ കേട്ടോളി എന്താ ഉള്ളത്. 256 പേജ് ഉള്ളത് ഞാൻ വായിച്ചതാ. മൗലവി കാട്ടിട്ട് വായിച്ചതാ. സ്പീക്കർ മക്കത്തും മദീനത്തും ഉള്ളതല്ലേ, പിന്നെങ്ങനെയാണത് പാടില്ലെന്ന് പറയുക? എന്നിപ്രകാരം സമസ്തയുടെ പ്രസിഡന്റ് ഈയിടെ പാനമംഗളൂർ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ റാത്തീബ് യോഗത്തിൽ വെച്ച് പ്രസംഗിക്കുകയുണ്ടായി. സദഖത്തുൽ മുസ്ലിയാർ എഴുതുകയാണ്. ആ യോഗത്തിൽ സദഖത്തുൽ മുസ്ലിയാർ പോയിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ ആരോ പോയി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് എന്ന് ഉറപ്പല്ലേ? കാരണം കണ്യത്തുസ്താദുള്ള സ്റ്റേജിൽ എന്തായാലും സദഖത്തുൽ മുസ്ലിയാർ ഇല്ല. അപ്പൊ ആരോ ഫിത്ന പറഞ്ഞതാണ്. ആലിമീങ്ങളോട് ഫിത്ന പറയുന്ന ചില മുത്തആലിമീങ്ങൾ ഉണ്ടാവും, എന്നാ മറ്റേയാളോട് വെറുപ്പാട്ടെ വിചാരിച്ചിട്ട്. അസൂയാണ് അതിന്റെ കാരണം. അങ്ങനെ ഏതോ ഫിത്നക്കാരൻ പോയി പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് സദഖത്തുൽ മുസ്ലിയാർ വിശദമായി ചെയ്താണ്. ഇപ്രകാരം സമസ്തയുടെ മറ്റു പല നെടും തൂണുകളും നാടുനീളെ പ്രസംഗിച്ച് നടക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ്, നജിദിയൻ ഭരണമുള്ള മക്കയിലെയും മദീനയിലും നടപടി തങ്ങളുടെ വാദങ്ങൾക്ക് ലക്ഷ്യമാക്കുന്ന ആധുനിക സമസ്തക്കാർ അവിടങ്ങളിലെ പുത്തൻ നടപടികളെ പരോക്ഷമായി ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. ഖബർ സിയാറത്ത് വേളയിൽ കൈപൊക്കി പ്രാർത്ഥിച്ചുകൂടെന്നും സ്ത്രീകളെ ജുമുഅ ജമാഅത്തുകളിൽ പുരുഷന്മാരോടൊന്നിച്ച് പള്ളികളിൽ പങ്കെടുപ്പിക്കുകയാണ് വേണ്ടതെന്നും വാദിക്കുകയും മക്കയിലും മദീനയിലും അങ്ങനെയല്ലേ നടക്കുന്നതെന്ന് വഹാബിയാദി പുത്തൻവാദികൾ തിരിച്ചു ചോദിക്കുകയും ചെയ്താൽ ആധുനികർ എന്ത് മറുപടി പറയും? ഇതാ സദഖത്തുൽ എഴുതിയത്. ഇതാണ് മൗലവിയുടെ ആദ്യ ഭാഗം കട്ടിട്ട് വായിച്ചത്. കാക്കാണ്ട് വായിക്കാൻ കഴിയൂല മൗലവി. എന്തിന് എന്റെ പറയാം, പേരോട് പഠിച്ചോ. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണേ, മൗലവിന്റെ ട്രൗസർ വെളിച്ച് തൈപ്പോയി എന്ന് പറഞ്ഞാല് മൗലവി കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ് സമസ്ഥാനന്റെ ആലിമീങ്ങളൊക്കെ പറയുന്നത് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതിന് വിരോധമില്ല എന്നാണ് എന്ന് പറയും. അതിന്റെ അടുത്തിന്റെ കേസൊക്കെ ഇത് പറയുന്നതോടുകൂടി എന്തായി? സദഖത്തുൽ മുസ്ലിയാർ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്നുള്ള അഭിപ്രായം പുത്തൻപാലാണ് എന്ന് പറഞ്ഞത് മൗലവിന്റെ ആവുമ്പോ തന്നെ വന്നുപോയി. അതാ ട്രൗസർ വെളിച്ചത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മൗലവി ഒന്ന് പറയട്ടെ, നിങ്ങളൊക്കെ ഒന്ന് കേൾക്ക്. ട്രൗസർ വെളിച്ചത്തായതാണെങ്കിലും ഒന്ന് കണ്ടാളിയാ. ഈ നാട്ടിലെ ആളുകൾക്കൊക്കെ ബഹുമാനിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ ഫതാവയിലൂടെ പേരോടനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഈ സമ്പൂർണ്ണ ഫതാവയുടെ 256 പേജിൽ നിന്ന് ഞാനൊരു കാര്യം വായിക്കാം. ഇതാരായി ഫത്വ കൊടുത്തത്? കെ സദഖത്തുൽ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ ഫതാവയിൽ പറയാണ്, ശ്രദ്ധിച്ചോണേ, നജ്ദിയൻ ഭരണമുള്ള മക്കയിലെയും മദീനയിലെയും നടപടി തങ്ങളുടെ വാദങ്ങൾക്ക് ലക്ഷ്യമാക്കുന്ന ആധുനിക സമസ്തക്കാർ അവിടങ്ങളിലെ പുത്തൻ നടപടികളെ പരോക്ഷമായി ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. ഖബർ സിയാറത്ത് വേളയിൽ കൈപൊക്കി പ്രാർത്ഥിച്ചുകൂടെന്നും സ്ത്രീകളെ ജുമുഅ ജമാഅത്തുകളിൽ പുരുഷന്മാരോടൊന്നിച്ച് പള്ളികളിൽ പങ്കെടുപ്പിക്കുകയാണ് വേണ്ടതെന്ന് വാദിക്കുകയും മക്കയിലും മദീനയിലും അങ്ങനെയല്ലേ നടക്കുന്നതെന്ന് വഹാബിയാദി പുത്തൻവാദികൾ തിരിച്ചു ചോദിക്കുകയും ചെയ്താൽ ആധുനികർ എന്ത് മറുപടി പറയും? പേരോടടക്കമുള്ള ആധുനിക സമസ്തക്കാരോടാണ് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സദഖത്തുൽ മുസ്ലിയാർ ചോദിച്ചിരിക്കുന്നത്. മറുപടി കൊടുത്താൽ മൂപ്പരിക്ക് ഈ വട്ടത്തരം പറയില്ല. മൂപ്പര് മക്കത്തും മദീനത്തും ഇല്ലേ എന്ന് മൂപ്പര് പറയില്ല. കാരണം മൂപ്പരിക്കറിയാം അത് ചോദിക്കാൻ പാടുള്ള കാര്യമില്ല. കിതാബ് തിരിയണോ അത് ചോദിക്കൂല. കാരണം മക്കയും മദീനയും നോക്കിയിട്ടല്ലല്ലോ ഇവിടെ ദീന് പഠിക്കുന്നത്. അത് ഇവരെ ഉസൂൽ ഫിഖ്ഹിലൊക്കെ പറയുന്ന കാര്യം മക്കയും മദീനയും നോക്കിയിട്ടല്ല.
മക്കത്തും മദീനത്തും നടപ്പിലുള്ളതൊക്കെ ആണെങ്കിൽ ഒന്നിന് മാത്രം സ്വീകരിച്ചാൽ പോരല്ലോ, കുറെ കാര്യങ്ങൾ എടുക്കണ്ടേ. അത് സംസ്ഥാനയുടെ സ്വതക്കത്തുള്ള മുസ്ലിയാർക്ക് അത് ഇൽമുണ്ട്, അതുകൊണ്ട് മൂപ്പരത് പറഞ്ഞില്ല. ഈ കുട്ടികൾ പേരോടടക്കമുള്ള ചില ചങ്ങാതികൾ വലിയവരും ചെറിയവരുമാരൊക്കെ എല്ലാ സ്റ്റേറ്റിനും പേജൊക്കെ ഇങ്ങനെ വിളമ്പും. അത് വിളമ്പണ്ട പൊട്ടന്മാരെ, അത് പൊട്ടത്തരാ. മുജാഹിദീങ്ങൾ നിങ്ങളോട് രണ്ട് ചോദ്യതുപോലെ തിരിച്ചു ചോദിച്ചാൽ എന്താ പറയാന്ന് സ്വതക്കത്തുള്ള മുസ്ലിയാരെ അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് പേരോടൊന്ന് വായിച്ച് പഠിക്കാം. ഞാനൊന്ന് പഠിക്കുക വേണ്ട. മൗലവി നിങ്ങൾ കേട്ടതല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ സ്പീക്കറിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞെന്താ, നജിദിയൻ ഭരണമുള്ള മക്കയിലെയും മദീനയിലെയും നടപടി, നജിദിയൻ ഭരണത്തിൽ മുജാഹിദീങ്ങൾ കൊണ്ടുവന്ന നടപടി, അല്ലാതെ റസൂലുള്ളാഹിന്റെ കാലം വെച്ച് തുടരുന്ന നടപടിയെ കുറിച്ചാണോ സദസ്സുൽ മുസ്ലിയാർ പറഞ്ഞത്? നിങ്ങൾ പുതുതായിട്ടുണ്ടായ നടപടി രണ്ടെണ്ണം ഉദാഹരണം പറഞ്ഞു. ഒന്ന്, ദ്വാരക്കുമ്പം റൗദാ ശരീഫ് സിയാർത്തിൽ ദ്വാരക്കുമ്പോ കൈവക്കാൻ പാടില്ല. വേറൊന്ന്, പെണ്ണുങ്ങളെയും കൂടി പള്ളിയിൽ കൊണ്ടുവരണു, ആണുങ്ങളെ കൂടെ. ഇത് നജിദിയൻ സിദ്ധാന്തം വന്നപ്പോ മുജാഹിദീങ്ങൾ കൊണ്ടുവന്ന നടപടിയാണ്. ഇത് നിങ്ങളെ കഴിഞ്ഞ പ്രസംഗത്തിന്റെ മറുപടി നിങ്ങളെ നാവുകൊണ്ടല്ല പറയിച്ചതാ കേട്ടോ. സദഖത്തുൽ മുസ്ലിയാർ വ്യക്തമായിട്ട് പറയുന്നത് അത് മുജാഹിദീങ്ങളെ പരിപാടിയാണ്, പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്ന പരിപാടി നജിദിയൻ സിദ്ധാന്താണ്. ഇത് അല്ലാഹ് നിങ്ങളെ കൊണ്ട് പറയിച്ചതാണ്. സദഖത്തുൽ മുസ്ലിയാർ വന്നതിന്റെ അർത്ഥം സഹാബത്തിന്റെ കാലം മുതൽക്ക് മക്കയിലും മദീനയിലും നടക്കുന്ന സംഗതികൾ തെളിവല്ല എന്നല്ല. അത്ര പൊട്ടനല്ല സദഖത്തുൽ മുസ്ലിയാർ. പൊട്ടന്മാരേന്ന് ഞങ്ങളെ വിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ സംഗതി പൊട്ടത്തരം മൗലവിക്ക് പറ്റിയതാ, മൗലവി പൊട്ടനായിപ്പോയതാ. ഇതിന് ഉത്തരവാദി നമ്മളല്ല. ഒന്നാ മദീനയിൽ സിയാറത്ത് നടക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തേ. റൗദാ ശരീഫിന്റെ അടുക്കൽ നടക്കുന്ന സിയാറത്ത് എത്ര അച്ചടക്കത്തോടുകൂടി അവിടെ ഇതുണ്ടോ? ഖബറുണ്ടോ? സിയാറത്താ. ആരാ അവിടെ പണിയെടുക്കല്? പോലീസുകാരെ കണ്ടോ? സൗദി അറേബ്യയിലെ ഗവൺമെന്റ് അവിടെ അതിന് കാളാക്കി. ഞാൻ സിറാജുൽ അയക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അയക്കാത്തില്ല. പോലീസുകാരെ കണ്ടില്ലേ? ശമ്പളം കൊടുത്തിട്ട് സൗദി ഗവൺമെന്റ് നിർത്തിയതാ. ഞാനതിന് ആളെ പറഞ്ഞേക്കുന്നു. സിറാജുൽ ആള് പോകുന്നുണ്ടോ? പോകൂലേ ഞങ്ങള്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖിദ്മത്ത് എടുക്കാൻ ഞങ്ങളെ ജീവൻ അർപ്പിക്കൂലേ?